നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിനകത്ത് പാട്ട് എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള പിന്നീട് പാട്ടെന്നും ശുദ്ധഗാന ശാഖ എന്നൊക്കെ രണ്ട് കൈവഴികളായിട്ട് നമ്മുടെ സാഹിത്യ ചരിത്രം കൈകാര്യം ചെയ്ത് സവിശേഷമായൊരു സാഹിത്യ ആഖ്യാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ എഴുത്തച്ഛനൊക്കെ എത്തുന്നത് വരെയുള്ള ഒരു ഒരു മധ്യകാലഘട്ടത്തിന്റെ എൻഡ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഘട്ടം വരെ, അഥവാ മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സ്വത്വരൂപീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന രീതിയിലാണ് ഏറ്റവും പ്രബലമായ ഒരു കേരളീയം എന്ന് പറയാവുന്ന ഒരു തമിഴ് പാരമ്പര്യത്തിൽ നിന്ന് വികസിച്ചു വന്നതാണെങ്കിൽ കൂടിയും അതിന് കേരളീയമായിട്ടുള്ള ഒരു വലിയ ഒരു പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, അതെങ്ങനെയാണ് ഒരർത്ഥത്തിൽ പാട്ട് എന്ന് പറയുന്ന ഒരു സാഹിത്യരൂപം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അത് ഒരു ദ്രാവിഡമായിട്ടുള്ള സവിശേഷമായ ഒരു സാഹിത്യ രൂപം ആണെങ്കിൽ കൂടിയും അത് ഉള്ളടക്കപരമായിട്ടും അതിന്റെ ദർശനപരമായിട്ടും അത് ക്രമേണ ഈ പറയുന്ന ആര്യ സംസ്കൃതി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ പറയുന്ന ഹൈന്ദവ പുരാണ സംസ്കൃതിയെ ഒരു തരം ആത്മാവിനെ, അതിന്റെ ദർശനത്തെയും അതിന്റെ ഈ പറയുന്ന പുരാണ കഥാവലയങ്ങളെയും ഒക്കെ അത് ഉള്ളടക്കിക്കൊണ്ട് ഒരർത്ഥത്തിൽ മണിപ്രവാളത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മണിപ്രവാളത്തിന് പിറകിൽ പ്രവർത്തിച്ച ഈ ഒരു ആര്യനൈസേഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രക്രിയയുടെ ഒരു തരം കീഴാളമായ അഭിമുഖീകരണമാണ് പാട്ടിലുണ്ടായത് എന്ന് നമ്മൾ പറയണ്ടായി. അപ്പൊ അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് തങ്ങളുടേതായ രീതിയിൽ ഇന്റേണലൈസ് ചെയ്തുകൊണ്ട് ഒരു മൂവ്മെന്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പാട്ട് പ്രസ്ഥാനം ശ്രമിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷെ അതേ കാലയളവിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വളരെ പ്രബലമായിരുന്ന ഒരു പക്ഷേ ഒരു പ്രാമാണീകരണത്തിന്റെ ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ പ്രബലതയുടെ ഒരു സ്വഭാവത്തിൽ ഒരു പ്രധാനപ്പെട്ട സാഹിത്യ വ്യവഹാര രൂപമായി ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കാവ്യശാഖ, മണിപ്രവാളം എന്ന് പറയുന്ന ഒരു കാവ്യശാഖ അത്ഭുതകരം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് എപ്പോഴും ജീവിതത്തിന്റെ പ്രയോഗ മണ്ഡലത്തിനകത്ത് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏറ്റവും ഭൗതികമായിട്ടുള്ള ഒരു ലെയറിനകത്ത് തന്നെ ചുറ്റിക്കറങ്ങുന്ന ദൈനംദിന ജീവിതത്തെയും സാമൂഹ്യമായിട്ടുള്ള ലൈഫ് വേൾഡിനെയും അതിൻ്റെ ഒരു ജീവലോകത്തെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയ ചില പ്രശ്നങ്ങളെ ഒക്കെ, അപ്പോൾ ഈ മഹിളാളി മഹാസ്പദമെന്നോ അല്ലെങ്കിൽ ശൃംഗാരകാവ്യം എന്നൊക്കെ രീതിയിൽ പൊതുവെ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിന്റെ ഒരു സുഖലോലുപതയുടെയൊക്കെ ഒരു അന്തരീക്ഷം, ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലെയൊക്കെ മണിപ്രവാളത്തെ കുറിച്ച് നേരത്തെ അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ സാഹിത്യ ചരിത്ര ചിന്തയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക ചരിത്ര ചിന്തയ്ക്കകത്തൊക്കെ അവരൊക്കെ ഉറപ്പിച്ചു വെച്ച, ശ്രീധരമേനോടൊക്കെയുള്ള ആളുകളൊക്കെ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സംഗതി മണിപ്രവാളം ആ അർത്ഥത്തിൽ ഒരു സാംസ്കാരികമായ ഒരു അധപ്പതനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആവിഷ്കാരം എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിലാണ്. പക്ഷെ പിന്നീടാണ് ക്രമേണ നമ്മൾ നവചരിത്രവാദം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സാഹിത്യ ചിന്തയിലേക്ക് കടന്നു വരികയും ഈ റീറീഡിംഗ് മണിപ്രവാളം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു പഠന പദ്ധതി തന്നെ എം ആർ രാഘവാര്യരായാലും അങ്ങനെയുള്ള കുറെ ആളുകൾ, കേശവൻ വെളുത്താട്ടും പ്രത്യേകിച്ച് കെ വി ദിലീപ് കുമാറിനെ പോലുള്ള ആളുകളൊക്കെയാണ് മണിപ്രവാളത്തെ പുതിയ രീതിയിൽ കാണുകയും അതിന്റെ പിറകിലുള്ള ഒരു സോഷ്യൽ സ്പേസിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥല ദർശനത്തെ സംബന്ധിച്ച് അതിന്റെ സാമൂഹ്യ ദർശനത്തെ സംബന്ധിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. അപ്പൊ മണിപ്രവാളത്തെ കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾക്കകത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ഒരു പ്രബലമായിട്ടുള്ള ആശയധാരകൾ വെച്ചുകൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ഈ വിവരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പരീക്ഷകളിലും മറ്റൊക്കെ ഇപ്പോഴും മണിപ്രവാളം എന്ന് പറയുന്ന സാഹിത്യ ശാഖയെ കൈകാര്യം ചെയ്യുന്നത്. പൊതുവെ നമ്മൾ PG വരെയൊക്കെ അങ്ങനെയാണ് പലപ്പോഴും കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് അങ്ങനെ അല്ലാത്ത രീതിയിൽ മണിപ്രവാളത്തെ സംബന്ധിച്ച സങ്കല്പങ്ങൾ വളരെ പ്രബലമാണ്. കാരണം ഈ പറയുന്ന ഒരു ഭൗതിക സാമൂഹ്യ ജീവിതത്തെ ഒരു ഭാഗത്ത് ഈ പറയുന്ന പാട്ട് പ്രസ്ഥാനം ഭൗതിക സാമൂഹ്യ ജീവിതത്തെ നെഗേറ്റ് ചെയ്തുകൊണ്ട്, വലിയ അർത്ഥത്തിൽ നിഷേധിച്ചുകൊണ്ട് ഒരു തരം ആത്മീയതയുടെ ഒരു സാധനം അല്ലെങ്കിൽ അതിന്റെ ഒരു തലത്തിലേക്ക് ഒരു പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന വളരെ കർക്കശമായ ജാതി വ്യവസ്ഥയ്ക്കകത്തൊക്കെയും ഈ സ്പേഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സ്പേഷ്യൽ ആയിട്ടുള്ള വലിയ എന്താ പറയാ ഈ ഇടമില്ലാത്തതിന്റെ ചില പ്രശ്നങ്ങൾക്കകത്താണ് ഈ പറയുന്ന ഒരു ആത്മീയതയുടെ ഒരു ഇടം സ്ഥാപിച്ചെടുത്തുകൊണ്ട് ഈ ഇടത്തിനകത്ത് ഈ സാമൂഹ്യ
കേരളത്തിനകത്ത് കലഹം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സവിശേഷമായ ധാരയിലാണ് പാട്ട് പ്രസ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇടത്തിന്റെ ഉത്സവമാണ്, അല്ലെങ്കിൽ ഇടത്തിനകത്തുള്ള ഒരു ലൈഫ് വേൾഡിനെയും അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും എന്താ പറയാ അതിന്റെ ഏറ്റവും പുറമെ ഉള്ള ഒരു കാഴ്ചകളുടെയും ഒരു ചന്തത്തരത്തെ കാഴ്ചയുടെ ചന്തത്തരത്തെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നതായിരുന്നു മണിപ്രവാളം ചെയ്തത്. പക്ഷെ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ കേരളീയ ജീവിതത്തെ ഏറ്റവും അല്ലെങ്കിൽ എന്താ പറയാ കൃത്യമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലന സ്വഭാവത്തിൽ ആവിഷ്കരിക്കുകയും നമ്മുടെ കേരളത്തിന്റെ ചരിത്ര രചനയ്ക്ക് അല്ലെങ്കിൽ സാംസ്കാരിക ചരിത്ര രചനയ്ക്കൊക്കെ ഏറ്റവും സഹായകമായി തീരുകയും ചെയ്തത് മണിപ്രവാളമാണ് എന്ന് കൂടെ പറയാം. അതുകൊണ്ട് മണിപ്രവാള കൃതികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കകത്തായാലും ചർച്ചകൾക്കകത്തായാലും നമ്മൾ വിപുലമായി കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അതിനകത്തുള്ള സ്ഥല പരാമർശങ്ങളെ സംബന്ധിച്ച്, അതിനകത്തുള്ള ഈ ദേശങ്ങളെ സംബന്ധിച്ച്, പ്രാദേശിക അല്ലെങ്കിൽ സ്വരൂപങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അന്ന് രൂപം കൊണ്ടിരുന്ന നഗരങ്ങൾ, അങ്ങാടികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില ജനപദങ്ങളെ സംബന്ധിച്ചും അന്നത്തെ ഈ പറയുന്ന വണിക് സംഘങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചില സവിശേഷമായിട്ടുള്ള ഗണങ്ങളെ സംബന്ധിച്ച്, സാമൂഹ്യ ഗണങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും അതിനെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളാണ് പൊതുവെ വരിക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ടിൽ പക്ഷേ പാട്ടിനൊക്കെ മുന്നേ തന്നെ വേണമെങ്കിൽ തുടങ്ങുന്നു എന്ന് പറയാം. കാരണം അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്നാണ് ഉള്ളത്. ദക്ഷിണേന്ത്യയിൽ ഉടനീളം ഈ പറയുന്ന സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്കറിയാവുന്നതുപോലെ 8ാം നൂറ്റാണ്ടോടുകൂടി ഒരു വലിയ ഘട്ടം പൂർത്തിയാക്കുന്ന 5 to 8 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രോജക്റ്റ് ആണെന്നറിയോ. 1 ശതകത്തിൽ തന്നെ ഈ പറയുന്ന ആര്യനൈസേഷന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ സാന്നിധ്യമൊക്കെ നമുക്ക് സംഘം ലിറ്ററേച്ചറിൽ കാണുന്നുണ്ട് എന്നൊക്കെ അതിനകത്തുള്ള ചില പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. പക്ഷെ അത് ഒരു വലിയൊരു സാംസ്കാരിക അധീശത്വത്തിന്റെ ഒരു തലത്തിലേക്ക് എത്തുകയും ഈ പറയുന്ന ആര്യദ്രാവിഡ സങ്കലനം എന്ന് പറയുന്നത് സാമൂഹ്യ തലത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഇതാണ്. അത് ദക്ഷിണേന്ത്യയിലെ ഓരോ മറ്റേ ഭാഷാ സമൂഹങ്ങളിലും വേറെ വേറെ രീതിയിലാണ് ഇത് വന്നത് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് അതിന്റെ ഒരു ഈ സാൻസ്ക്രിറ്റൈസേഷന്റെ 2 തരം എന്താ പറയാ പ്രൊജക്ഷനുകളായിട്ട് അല്ലെങ്കിൽ 2 തരം പ്രക്ഷേപണങ്ങളായിട്ടാണ് നമുക്ക് ഈ പറയുന്ന പാട്ട് സാഹിത്യം അതിന്റെ ഈ പറയുന്ന അദ്വൈത വേദാന്തത്തിന്റെ ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പൗരാണികമായിട്ടുള്ള അതിന്റെ ഒരു ആത്മീയ സംസ്കാരത്തെ പിന്തുടരുകയാണെങ്കിൽ ഈ ഭാഷാപരമായിട്ടും ഒക്കെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സാംസ്കാരിക ആധിപത്യപരമായിട്ടുള്ള ചില അംശങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ പറയുന്ന മണിപ്രവാളം അതിനെ അഡ്രസ് ചെയ്ത് കാണാം. എന്നാൽ അതോടൊപ്പം തന്നെ മണിപ്രവാള സാഹിത്യത്തിലും ചില പുരാണങ്ങളുടെയൊക്കെ തർജ്ജമകൾ, പൗരാണികാസ്പദങ്ങളായ കൃതികളൊക്കെ മധ്യകാല മണിപ്രവാളമാകുമ്പോഴേക്കും അല്ലെ അതിന്റെ ഒരു എന്താ പറയാ ഒരു നാഴികക്കല്ലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന രാമായണം, ചമ്പു പോലുള്ള കൃതികളൊക്കെ കാണുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ആ മണിപ്രവാളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പൊതുവായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മെറ്റീരിയൽസ് ഞാൻ വൈകാതെ അതിനകത്ത് ഷെയർ ചെയ്യാമെന്ന് തന്നെ, അതൊന്ന് നിങ്ങൾ നോക്കുക. അതും ഈ ക്ലാസ്സും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മണിപ്രവാളത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തു ഇല്ല. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ മണിപ്രവാളം എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹിത്യ പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു 12ാം നൂറ്റാണ്ട് തൊട്ടിട്ട് 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെയൊക്കെ നീളുന്ന, പിന്നീട് ഒരു പക്ഷേ 16ാം നൂറ്റാണ്ടിന് തൊട്ട് തുടങ്ങുന്ന ഇവിടുത്തെ ഒരു തരം ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മലയാളത്തിന്റെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിക്കുന്ന കൃതികൾക്കകത്തും അതിന് പിന്തുടർന്നും പക്ഷേ
നമ്മുടെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും നമ്മുടെ സാഹിത്യത്തെ സംസ്കാര തലത്തിൽ ഈ സാഹിതീയ സംസ്കാരം എന്ന അർത്ഥത്തിൽ നിരന്തരമായി സ്വാധീനിച്ചിട്ട് ഒരു പ്രസ്ഥാനമാണ് മണിപ്രവാള പ്രസ്ഥാനം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സവിശേഷമായ ചരിത്ര സന്ദർഭത്തെയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ മണിപ്രവാളം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലുടനീളം സംസ്കൃത ഭാഷയുടെ കടന്നുവരവ് അല്ലെങ്കിൽ അത്തരം ഒരു സംസ്കാരത്തിന്റെ കടന്നുവരവ് ഉണ്ടായ പ്രദേശങ്ങളിലൊക്കെയും ഈ പറയുന്ന ഒരു തരം മാനക സംസ്കൃതവും അല്ലെങ്കിൽ ഉപരി ഭാഷയായിട്ടുള്ള സംസ്കൃതവും പ്രാദേശിക ഭാഷയുടെ തന്നെ സ്റ്റാൻഡർഡൈസ് ഫോമായിട്ടുള്ള അതിന്റെ മാനകീകൃത അല്ലെങ്കിൽ സാഹിതീയ രൂപവും തമ്മിൽ ഇടകലർന്നുകൊണ്ടുള്ള പലതരം മണിപ്രവാളങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആ പദവും ഈ പറഞ്ഞ മലയാളത്തിൻ്റെത് മാത്രമല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അർത്ഥത്തിൽ മണിപ്രവാളം എന്ന് പറയുന്നത് ഈ സാൻസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി നിരന്തരം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് ഏതാണ്ട് എല്ലാ ഭാഷകൾക്കകത്തും സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലീലാതിലകം പോലുള്ള ലക്ഷണ ഗ്രന്ഥം, ലീലാതിലകം എന്ന് പറയുന്ന മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം അവകാശപ്പെട്ടത് മലയാളത്തിന്റെ മാത്രം, കേരളത്തിന്റെ മാത്രം, കേരള ഭാഷയും സംസ്കൃതവും തമ്മിലുള്ള ഒരു യോഗം മാത്രമാണ് മണിപ്രവാളം എന്ന ഒരു ആശയമൊക്കെ ലീലാതിലകകാരൻ പറയുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആ ഒരു കാലത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഭാഷയും സംസ്കൃതവും ഇടകലരുന്ന ഒരു കാവ്യരീതി എന്നർത്ഥത്തിലാണ്. അപ്പൊ കവിത എന്ന് പറയുന്നത് ജനുസിനെ സംബന്ധിച്ച ഒരു സങ്കല്പന ഉണ്ടാവുന്നതിന്റെ ഒരു ഘട്ടം കൂടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിക്കേണ്ട. ഈ സങ്കല്പനം രൂപപ്പെടുന്നത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ സംസ്കൃത കാവ്യമീമാംസയിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പൊ സംസ്കൃത കാവ്യമീമാംസയിൽ തന്നെ ഈ ധ്വന്യാലോകകാരന് ശേഷം അഭിനവഗുപ്തന്റെ വ്യാഖ്യാന പദ്ധതികൾക്കൊക്കെ ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ധ്വനിവാദത്തിനുണ്ടായിട്ടുള്ള വലിയൊരു ഒരു പ്രാബല്യവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള മധ്യകാലഘട്ടങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ള വളരെ അനുഷ്ഠാനബദ്ധമായിട്ട് അല്ലെങ്കിൽ സാമ്പ്രദായികമായിട്ടോ സാങ്കേതികമായിട്ടോ സാഹിത്യത്തെ കാണുന്ന സാഹിത്യ ശാസ്ത്രത്തിന്റെ രീതിയൊക്കെ സംസ്കൃതത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം. അതിന്റെ ഒരു പാരമ്പര്യമാണ് ഈ പറയുന്ന മലയാളം അടക്കമുള്ള ഒരു പക്ഷേ തൊൽക്കാപ്യം തൊട്ട് തുടങ്ങുന്ന തമിഴ് ഇതിനകത്തും പൊതുവെ അത്തരം ഒരു രീതിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു സങ്കല്പമാണ് പ്രബലമായിരുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് കവിതയുടെ നിർവചനമായാലും അല്ലെങ്കിൽ കവിതയുടെ വിഭാഗങ്ങളെ സംബന്ധിച്ചായാലും അലങ്കാര പദ്ധതിയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാവുന്ന പോലെ കുവലയാനന്ദം പോലുള്ള കൃതികളൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. അതുകൊണ്ട് തന്നെ അലങ്കാര ശാസ്ത്രം എന്ന അർത്ഥത്തിലാണ് ഇവിടെ വലിയ രീതിയിൽ കവിതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ മമ്മടനാണ് ഈ പ്രധാനമായിട്ടും നമ്മുടെ കവിതയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട നിർവചനങ്ങളും വിഭാഗീകരണങ്ങളും ഒക്കെ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് മമ്മടൻ എന്ന് നമുക്കറിയാം. അപ്പൊ മമ്മടന്റെ ഒരു കാവ്യ സങ്കല്പം അല്ലെങ്കിൽ കാവ്യശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ പറയുന്ന ലീലാതിലകം എന്ന് പറയുന്ന കൃതി തന്നെ എഴുതപ്പെട്ടുള്ളതെന്ന് അറിയാം. അപ്പൊ അതിനകത്ത് ഒരു പക്ഷെ മമ്മടന്റെ മാത്രമല്ല സംസ്കൃത മറ്റേ കാവ്യശാസ്ത്രത്തിലുടനീളം കവിതയുടെ നിർവചനത്തിനകത്ത് കൊണ്ടുവരുന്ന ഘടകങ്ങൾ, ശബ്ദാർത്ഥോ സഹിതോ കാവ്യം പോലെ, വാക്യം രസാത്മകം കാവ്യം പോലെ, രമണീയാർത്ഥ പ്രതിപാദക ശബ്ദമാണ് കാവ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറയുന്ന നിർവചനങ്ങൾക്കകത്തേക്കുള്ള ഈ ശബ്ദാർത്ഥ ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശബ്ദം, അർത്ഥം, അതിനകത്ത് ശബ്ദത്തെയും അർത്ഥത്തെയും വേറെ കാണുകയും അതിനകത്ത് ഏതിനാണ് മുൻതൂക്കം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച ഉള്ള ഒരു കവിത സങ്കല്പം തന്നെയാണ് ഈ പറയുന്ന ലീലാതിലകത്തിന്റെ മണിപ്രവാള ലക്ഷണത്തിന്റെ. അപ്പൊ മണിപ്രവാളം എന്ന് പറയുന്ന സവിശേഷമായ ഒരു ഭാഷാ പദ്ധതിയെ കുറിച്ച് മാത്രമായിരുന്നില്ല, ഭാഷാസങ്കരത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല ലീലാതിലകകാരൻ നിർവചനത്തിലൂടെ ഉദ്ദേശിച്ചത്. അത് സവിശേഷമായ ഒരു കാവ്യലക്ഷണ ഗ്രന്ഥം എന്ന രീതിയിൽ ഒരു മണിപ്രവാള കവിതയെ, മണിപ്രവാളം കവിത എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം എന്ന് പറയുന്ന നിർവചനം കൊണ്ടുവന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണ ഗ്രന്ഥം മണിപ്രവാളത്തിൽ ഇവിടെ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മണിപ്രവാളം ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വികസിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള വലിയൊരു മേൽക്കൈ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അന്തരാള ജാതികളൊക്കെ ചേർന്ന് ഇവിടെ രൂപം കൊണ്ട ഒരു ത്രൈവർണിക സമൂഹം, ക്ഷേത്ര കേന്ദ്രിതമായിട്ടുള്ള ഒരു സവിശേഷമായ സംസ്കാരം ഇവിടെ ഉണ്ടാവുകയും നമ്മുടെ ജനപദം തന്നെ ക്ഷേത്രത്തെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് ജാതീയമായിട്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള അകലങ്ങൾ പാലിച്ചുകൊണ്ട് സവിശേഷമായ ഗ്രാമങ്ങൾ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കേരളത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ആ ക്ഷേത്രവുമിന്റെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നുള്ള ഒരു സവർണ സമൂഹത്തിനകത്തെ ഒരു ഭാഷ
ഭാഷാ വ്യവഹാരം എന്ന അർത്ഥത്തിലാണ് ഇവിടെ മണിപ്രവാളം ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാംസ്കാരിക ഫലമായിട്ടാണ് ഈ പറയുന്ന മണിപ്രവാളം ഉണ്ടാവുന്നത്. ത്രൈവർണികരുടെ സാഹിത്യ വ്യവഹാരം എന്ന അർത്ഥത്തിലാണ് പൊതുവെ കാണാവുന്നത്. അത് ഒരു പക്ഷേ ഈ ത്രൈവർണികരുടേതായ സാഹിത്യം കേരളീയ സംസ്കൃത സാഹിത്യമായാലും ഈ സംസ്കൃതത്തിന്റെ സ്വാധീനപ്രകാരം ഇവിടെ വികസിച്ചു വന്നിട്ടുള്ള ദൃശ്യകലകളായാലും അതിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ മണിപ്രവാളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഒരു ടവറിംഗ് ഫിഗർ ആയിട്ട് നമ്മൾ തോലനെ പോലുള്ള ഒരാളെ പൊതുവെ മണിപ്രവാള ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം തോലനാണ് ഈ പറയുന്ന ഭാഷയും സംസ്കൃതവും തമ്മിലുള്ള കലർപ്പിന്റെ പലതരം രസങ്ങളെയും രസക്കേടുകളെയും കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ തമാശകളിലൂടെ കാണാൻ കഴിയും. കൂടിയാട്ട പരിഷ്കാരങ്ങൾക്കകത്ത് ഈ പറയുന്ന പ്രാകൃതം സംസാരിക്കുന്ന സംഗതികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ചക്കാർ കൂത്ത് പോലുള്ള സംഗതികൾക്കകത്ത് ഭാഷയും സംസ്കൃതവും ഇടകലർത്തും ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കകത്ത് തോലന്റേതായ നിരവധി പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ ചില ഫലിത ശ്ലോകങ്ങളും ഒക്കെ ഒരുപക്ഷെ ഈ പറയുന്ന മണിപ്രവാള സാഹിത്യ രൂപത്തിന്റെ ആദ്യ രൂപങ്ങളായിട്ട് നമ്മുടെ ചരിത്രകാരന്മാർ പറയുകയും ചെയ്യുന്നത് നമുക്കറിയാം. എന്തായാലും അതിനൊരു കാവ്യം എന്ന രീതിയിൽ കൃതികളുടെ സ്വഭാവത്തിലേക്ക് വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞു. ഉണ്ണിയച്ചി ചരിതം അല്ലെങ്കിൽ മറ്റേ വൈശികതന്ത്രം തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള കുറെ കൃതികളോടുകൂടിയാണ് നമ്മുടെ അച്ചി ചരിതങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഉണ്ണിനീലി സന്ദേശം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് അതിനൊരു സാഹിത്യ ശാഖ എന്ന രീതിയിൽ വികസിക്കുന്നത് എന്ന് പറയാം. എന്തായാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജനുസുകൾ അല്ലെങ്കിൽ രണ്ട് കാവ്യരൂപങ്ങൾ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് കാവ്യരൂപങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് മധ്യകാല സംസ്കൃത കാവ്യശാസ്ത്രത്തിനകത്ത് പ്രബലമായിരുന്ന മഹാകാവ്യവും അതുപോലെ തന്നെ ചമ്പുവും അതുപോലെ തന്നെ സന്ദേശകാവ്യങ്ങളുമാണ് വലിയ അളവിൽ നമ്മുടെ ഈ പറയുന്ന, അതല്ലാതെ ഒറ്റ കവിതകൾ വേറെയുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ കാവ്യരൂപങ്ങൾ വേറെയുണ്ടെങ്കിൽ കൂടി പ്രധാനമായിട്ടും നമ്മുടെ മണിപ്രവാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാതകൾ എന്ന് പറയുന്നത് ചമ്പുക്കളും സന്ദേശകാവ്യങ്ങളുമാണ് എന്നറിയാം അല്ലെ. ദ്രാവിഡ ഭാഷകളിലെല്ലാം മണിപ്രവാള പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ പറയുകയുണ്ടായി. അപ്പൊ മണിപ്രവാളവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട മേഖല ഒന്ന് മണിപ്രവാളത്തിന്റെ ലക്ഷണവുമായും മണിപ്രവാള വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മേഖല എന്നുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. മണിപ്രവാള സാഹിത്യ രൂപങ്ങളായ ചമ്പുക്കളെയും സന്ദേശ കാവ്യങ്ങളെയും കുറിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ മറ്റു കൃതികളെ കുറിച്ചിട്ടുള്ള അതിന്റെ ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ അത് എന്ത് തരം കൃതികളാണ്, അത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് തുടങ്ങിയ ചില വളരെ ബേസിക് ആയ ചില ചോദ്യങ്ങളും ഉണ്ടാവാം. ഇതാണ് മണിപ്രവാളവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മണിപ്രവാളത്തിന്റെ ഒരു പ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ ചരിത്രപരമായിട്ടൊരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കഴിയുന്നത് നിങ്ങളൊരു ടൈം ലൈനിന്റെ ഒക്കെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ ചുരുക്കി പഠിക്കുന്നത് ഇത്തരം പരീക്ഷകൾക്ക് നന്നാവും എന്നുള്ളത് കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12ാം നൂറ്റാണ്ടിന് മുമ്പ് എന്ന് പറയപ്പെടുന്നു അല്ലെ. അപ്പൊ ഈ പറയുന്ന തോലനെ പോലെയുള്ള ആളുകളുടെ അത് ഞാൻ നേരത്തെ പറയണ്ടായി, കൂടിയാട്ടം പോലുള്ള കൂത്ത് പോലുള്ള ക്ഷേത്രകലകൾ ഇവിടെ ഉണ്ടാവുകയും അവിടെ ഈ സംസ്കൃത ഭാഷാ സങ്കരങ്ങൾ, സംസ്കൃതവും പ്രാകൃതം നിരത്തുക ഭാഷ വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ ഈ പറയുന്ന പ്രബന്ധക്കൂത്തുകൾ പോലെയുള്ള പ്രബന്ധങ്ങൾ ഉണ്ടാവുക, പാഠകം പോലുള്ള സംഗതികൾ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിന്റെ ഒരു കലർപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ കൂടിയാട്ട ശ്ലോകങ്ങൾക്കകത്ത് ഈ പറയുന്ന കേരള ഭാഷയും സംസ്കൃതവും ഇടകലർത്തിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇടകലറിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെയല്ല, അതോ അതിന്റെ ഭാഗമായിട്ടുള്ള നമ്പ്യാന്തമിഴ് എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള ഒരു സാഹിത്യ വ്യവഹാരം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്പ്യാന്തമിഴ് മണിപ്രവാളം അല്ല എന്ന് പറഞ്ഞ് ലീലാതിലകകാരൻ അതിനെ സ്ഥാപിച്ച ഈ മണിപ്രവാളത്തെ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ പലതരം കലർപ്പിന്റെ ഫോമുകൾ അന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സാഹിത്യ രൂപമായിട്ട് വികസിക്കാൻ കഴിഞ്ഞത് ലീലാതിലകർക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഈ മണിപ്രവാള ആ ലക്ഷണവുമായി ബന്ധപ്പെട്ട മണിപ്രവാള കൃതികൾക്കാണെന്നറിയാം. പിന്നെ വൈശികതന്ത്രം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഒറ്റ ശ്ലോകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയാ അത്തരം ചില ചാടുക്കളായിട്ടുള്ള ചില എന്താ പറയാ പദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, തോലന്റെയും മറ്റൊക്കെ പദ്യങ്ങൾ ഉണ്ടാവും. ഇതാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് എങ്കിൽ പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ ഈ 3 അച്ചി ചരിതങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 കൃതികൾ, ഉണ്ണിയച്ചി തൊട്ടിട്ട് ഉണ്ണിയാടിയും ഉണ്ണിച്ചെരുദേവിയും അല്ലെ, 3 അച്ചി ചരിതങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. പിന്നെ അതിന്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് പി.കെ. നാരായണപിള്ളയൊക്കെ കണ്ടെത്തിയിട്ടുള്ള കുറെ ഈ പദ്യരത്നം അല്ലെ, അങ്ങനെ കുറെയുള്ള കൊച്ചു കവനങ്ങൾ പ്രത്യേക കൃതികളായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ എപ്പോഴും പരിഗണിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയച്ചി അല്ലെങ്കിൽ ഇളയച്ചി, കൗണോത്തര, മല്ലിനിലാവ് എന്നൊക്കെ പറയുന്ന അത്തരം ലഘുകാവ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഉണ്ണുനീലി സന്ദേശത്തോടു കൂടിയാണ് അപ്പോഴേക്കും നമുക്കിവിടെ സംസ്കൃതത്തിൽ നിന്ന് അല്ലെ ഈ പറയുന്ന ഒരു സന്ദേശകാവ്യങ്ങളുടെ ഒരു പാരമ്പര്യം കേരളീയ സംസ്കൃത കാവ്യങ്ങൾ, സന്ദേശം തൊട്ട് കേരളീയ സംസ്കൃത കാവ്യ പാരമ്പര്യം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതിന്റെയൊക്കെ ചുവട് പിടിച്ച് മണിപ്രവാള
ഭാഷയ്ക്കകത്ത് മണിപ്രവാള ഭാഷയിൽ നിർമ്മിക്കുന്ന ഒരു ഒരു സന്ദേശകാവ്യങ്ങളുടെ വലിയൊരു ഉണ്ടാവുന്നുണ്ട്. അതിന് തുടക്കം കുറിക്കാവുന്ന ഉന്നതിരി സന്ദേശമാണ്, അല്ലെ? ഉന്നതിരി സന്ദേശം, ലോക സന്ദേശം, കാക സന്ദേശം എന്നൊക്കെ പറയുന്ന കുറെ സന്ദേശകാവ്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെ? പിന്നെയുള്ളത് ഈ പറയുന്ന അതിന്റെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന മധ്യകാല ചമ്പുക്കൾ എന്ന് പറയുന്ന ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചമ്പുകാവ്യങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെ? ഭാഷാരാമായണ ചമ്പു അതിന്റെ തുടക്കം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ പ്രാചീന ചമ്പുക്കളും മധ്യകാല ചമ്പുക്കളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം, അല്ലെ? അപ്പൊ അത് കുറെ കൃതികൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് അറിയാവുന്നതുപോലെ പുനന്നമ്പൂതിരി എന്ന് പറയപ്പെടുന്നു, അല്ലെ? പിന്നെ മഴമംഗലം നമ്പൂതിരി, രണ്ട് പ്രധാനപ്പെട്ട എഴുത്തുകാരാണ് ഈ പറയുന്ന മധ്യകാല ചമ്പുക്കളുമായി ബന്ധപ്പെടുത്തി ഉള്ളത്, അല്ലെ? പിന്നെ കാലം നിർണ്ണയിക്കാൻ കഴിയാത്ത ധാരാളം കൃതികൾ, മുക്തകങ്ങളും അതുപോലെ തന്നെ സാഹിത്യകൃതികളല്ലാത്ത ആലത്തൂർ മണിപ്രവാളം പോലെയോ അല്ലെങ്കിൽ താമരനെല്ലൂർ ഭാഷ പോലെയോ മുഹൂർത്ത പദവി പോലെയോ കേരള അല്ലെങ്കിൽ വെറും വർണ്ണനകൾ, സ്തുതികളൊക്കെ ആയിട്ടുള്ള അനന്തപുര വർണ്ണനം പോലെ, ചന്തോത്സവം പോലെയൊക്കെയുള്ള ഒരു ബൃഹത് കാവ്യം, ഇങ്ങനെയൊക്കെ അതെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ മണിപ്രവാള പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഈ പറയുന്ന 12 to 15 നൂറ്റാണ്ടുകളിലുള്ള അതിന്റെ സാഹിത്യ ഭൂമികയെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഓരോ ഘട്ടത്തെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമ്പ്യാൻ തമിഴ് മണിപ്രവാളമാണോ അല്ലയോ എന്ന് പറയുന്ന ഒരു പ്രശ്നം. അവിടെയും തമിഴിന്റെയും കേരള ഭാഷയുടെയും സംസ്കൃതത്തിന്റെയും കലർപ്പ് ഉണ്ടെങ്കിൽ കൂടിയും അതൊരു സാഹിത്യ വ്യവഹാരം തന്നെയാണെങ്കിൽ കൂടി, ചില കാര്യങ്ങളൊന്നും സാഹിത്യ വ്യവഹാരമല്ല എന്നുള്ളത് കൊണ്ട് അതിനെ മണിപ്രവാളം എന്ന് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ചില സംഗതികളൊക്കെ അല്ല എന്നാൽ അംഗീകരിക്കാൻ പറ്റും. കാരണം അഥവ മണിപ്രവാളം എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന രസമില്ലെങ്കിലും ദോഷമില്ലാതിരുന്നാലും മതി എന്നൊക്കെ പറയുന്ന ചില സംഗതികളൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം. ഇവിടെ ചോദ്യം ഇതാണ്, നമ്പ്യാൻ തമിഴിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. പെട്ടെന്ന് ആർക്കെങ്കിലും പറയാവോ എന്താണ് നമ്പ്യാൻ തമിഴിന്റെ പ്രത്യേകത? സംസ്കൃത വിഭക്തി പദങ്ങൾ. ഒന്ന് ആലോചിച്ച് പറയണം. അങ്ങനെ എപ്പോഴും പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോൾ എറർ വരാൻ സാധ്യതയുണ്ട്, അല്ലെ? വിഭക്ത്യന്ത ഭാഷാപദങ്ങൾ, അല്ലെ? വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ, അല്ലെ? സംസ്കൃതീകൃത ഭാഷ എന്ന് പറഞ്ഞ സംസ്കൃതീകൃത ഭാഷയുണ്ട്. അതുപോലെ തന്നെ മോനയാണ് വിഭക്ത്യന്ത ഭാഷാപദങ്ങൾ. പെട്ടെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാരണം, ഇപ്പൊ നിങ്ങൾ വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ എന്ന് പറയാനുള്ള കാര്യം, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ നമ്പ്യാൻ തമിഴിൽ ഇല്ല എന്നതുകൊണ്ടാണ് നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളം എന്ന് ലീലാതലകാരൻ അംഗീകരിക്കാത്തത്, അല്ലേ? കാരണം അത് സംസ്കൃത പദമായിട്ടല്ല, മറ്റ് സംസ്കൃത പദങ്ങളെ ഭാഷാ പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ട് വിഭക്ത്യന്ത ഭാഷാപദങ്ങളായി പ്രയോഗിക്കുന്നത് കൊണ്ടാണ് നമ്പ്യാൻ തമിഴ് മണിപ്രവാളമല്ല എന്ന് അദ്ദേഹം പറയുന്നത്, അല്ലെ? കാരണം അത് സംസ്കൃത പ്രത്യയങ്ങളല്ല അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്പ്യാൻ തമിഴിന്റെ പ്രത്യേകതയായിട്ടപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിഭക്ത്യന്ത ഭാഷാ പദങ്ങളാണ്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഇല്ല എന്നതുകൊണ്ടാണ് നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളമായി പരിഗണിക്കാത്തത്. ഓക്കെ. അപ്പോൾ ലീലാതിലകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണിപ്രവാള സങ്കല്പനത്തെ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സുകളിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ, അല്ലെ? അദ്ദേഹം ആദ്യം ഈ പറയുന്ന മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം എന്ന രീതിയിൽ ആദ്യത്തെ സൂത്രത്തിനകത്ത് തന്നെ, അല്ലെ, 8 അധ്യായങ്ങളായി തരംതിരിച്ചതിനകത്ത്, അല്ലെ, ഒന്നാമത്തെ അധ്യായത്തിനകത്ത് മണിപ്രവാള സ്വരൂപം എന്താണെന്ന് പറയുന്നു. രണ്ടാമത്തിനകത്ത് അതിന്റെ ഭാഷാ സ്വരൂപത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ലെക്സിക്കന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഈ പറയുന്ന മോർഫോളജിയുടെ സ്വഭാവത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞ മോർഫോളജിയാണ് പറയുന്നത്. മോർഫോളജിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നു, അല്ലെ? അതിനുശേഷം സന്ധിയെ കുറിച്ച് പറയുന്നു. പിന്നീടുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ ദോഷം, ഗുണം, അലങ്കാരം, ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം, രസം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ 8 അധ്യായങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ആദ്യ സൂത്രത്തിനകത്ത് ഈ ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം ഭാഷയുടെയും സംസ്കൃതത്തിന്റെയും ഹൃദയാഹ്ലാദകാരിയായ സന്നാഹം അല്ലെങ്കിൽ യോഗമാണ് മണിപ്രവാളം എന്ന് അദ്ദേഹം പറയുന്നത്. ഭാഷയുടെയും സംസ്കൃതത്തിന്റെയും മാത്രമല്ല, സ്വാഭാവികമായിട്ടും ശബ്ദാർത്ഥ യോഗം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. കവിതയായതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടേ, ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്നതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരു കലർപ്പിന്റെ സാഹിത്യ രൂപം എന്ന രീതിയിൽ അതിന്റെ ഭാഷാരൂപങ്ങളെ കുറിച്ചുകൂടെ ചേർത്ത് വെക്കുക എന്നൊരു പണി മാത്രമാണ് യഥാർത്ഥത്തിൽ മണിപ്രവാള ലക്ഷണത്തിനകത്ത് ലീലാതിലകാരൻ ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പൊ അവിടെ അദ്ദേഹം അതിന്റെ നിറത്തെ സംബന്ധിച്ച്, അതിന്റെ ചേർച്ചയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സംസ്കൃതമാകിന ചങ്ങഴി നീരും എന്നൊക്കെ പറഞ്ഞ ചില
ചില മെറ്റഫറുകളൊക്കെ എടുത്തുകൊണ്ട് ചില സാധനങ്ങളൊന്നും മണിപ്രവാളമല്ല എന്നും അല്ലെങ്കിൽ അതിന് മണിപ്രവാളം എന്ന് പറയാൻ കഴിയില്ല എന്നും, അത് മണിയും പ്രവാളവും മാണിക്യവും പവിഴവും പോലെ അല്ലെ ഒരേ നിറം തന്നെ ആയിരിക്കണം, വൃത്തമാന ചെന്നൂന്നിൽ മേലെ വൃത്തമാകുന്ന ചുവന്ന നൂല് കൊണ്ട്. അപ്പൊ ആ നൂല് ഏതാണ്, അല്ലെങ്കിൽ ഈ സംസ്കൃതം ഏതാണ്, ഭാഷ ഏതാണ് എന്ന് വേർതിരിക്കാൻ കഴിയാത്ത ഒരു തരം ഭാഷയാണ് അദ്ദേഹം മണിപ്രവാള ഭാഷയായിട്ട് പറയുന്നത് അല്ലെ. അവിടെ അദ്ദേഹം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാനകീകരിക്കപ്പെട്ട ഒരു ഭാഷയായിരിക്കണം കേരള ഭാഷ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് മാനകീകരിക്കപ്പെട്ട ഒരു അത് ഒരിക്കലും ഈ അപാമര ജനപ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഷയായിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാതെ ദേശീയമായ ഒരു ഭാഷയായിരിക്കരുത്, മാനകീകരിക്കപ്പെട്ട ഭാഷയായിരിക്കണം. സംസ്കൃതമാകട്ടെ ഭാഷയെ പോലെ തോന്നിക്കുന്ന ലളിത സംസ്കൃതമായിരിക്കണം എന്നും പറയുന്നത്. അപ്പോഴാണ് ഈ നിരപ്പ് പൂർണ്ണമാവുന്നത്. അങ്ങനെയുള്ളൊരു പ്രത്യേകതയും അദ്ദേഹം അവിടെ പറയുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ മണിപ്രവാള ലക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ അതൊക്കെയാണ്. കൂടെ അദ്ദേഹം ഈ പറയുന്നത് പോലെ ആലത്തൂർ മണിപ്രവാളത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട. ഈ പറയുന്നത് പോലെ മണിപ്രവാളം എന്നുള്ള പേരുണ്ടല്ലോ, അത് പക്ഷെ മണിപ്രവാളമായിട്ട് പരിഗണിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് പക്ഷെ സാഹിത്യം എന്നുള്ളതിനാണ് പ്രധാനമായിട്ട് ഊന്നുന്നത്. മണിപ്രവാളത്തിൽ ചോള ഭാഷാ പദങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് അവിടെ വരുന്നത്. കൂന്തൽവാദം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വാദത്തിനകത്ത് വളരെ തെറ്റായ വാദമായിരുന്നു നമുക്കറിയാം. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ കേരള ഭാഷയുടെ ഒരു അസ്തിത്വത്തെ ഉറപ്പിക്കുന്ന ആദ്യത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന കൂന്തൽവാദം എന്ന് പറയുന്ന ഒരു വാദത്തെ കാണുന്നത് അല്ലേ. കാരണം കേരളം എന്ന് പറയുന്ന ഒരു ദേശം വേറെയാണെന്ന്, ഇവിടുത്തെ സംസ്കാരം വേറെയാണെന്ന്, ഇവിടുത്തെ ഭാഷ വേറെയാണെന്ന്, അതിന്റെ തനതായ ഈ പറയുന്ന പദകോശവും അല്ലെങ്കിൽ ഭാഷാ സംസ്കൃതിയും ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഈ കൂന്തൽവാദത്തിനകത്തുള്ള അദ്ദേഹത്തിന്റെ തെറ്റെങ്കിലും അദ്ദേഹം പറഞ്ഞുറപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെടുത്തി പ്രധാനമായിട്ടും വരേണ്ട കാര്യങ്ങൾ. അടുത്തത് മണിപ്രവാള വിഭാഗങ്ങളെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഈ പറയുന്നത് പോലെ തതുത്വമം ഭാഷാരസ പ്രാധാന്യ എന്ന് പറയുന്ന അടുത്ത സൂത്രം തൊട്ടിട്ട് അല്ലെ ഈനത്വ അധമം എന്ന് പറയുന്ന സൂത്രം വരെ അദ്ദേഹം പലതരം മണിപ്രവാളങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. 5 തരം മണിപ്രവാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഷയ്ക്കും രസത്തിനും, അതായത് സംസ്കൃതത്തെക്കാൾ ഭാഷയ്ക്കും വാച്യത്തെക്കാൾ രസത്തിനും പ്രാധാന്യമായ ഉത്തമ മണിപ്രവാളം അല്ലെ, ഉത്തമകൽപ്പം അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് അത് 2 തരത്തിൽ വരാമെന്ന് അദ്ദേഹം പറയുന്നു അല്ലെ. ഒന്നുകിൽ ഭാഷയ്ക്ക് പ്രധാനം, മറ്റത് സമമായിട്ട് തീരുന്നു, അല്ലെങ്കിൽ രസത്തിന് പ്രാധാന്യം, ഭാഷാ സംസ്കൃതങ്ങൾ സമമായിട്ട് തീരുന്നു. എല്ലാം ഒരേപോലെ ഇരിക്കുന്നത് സാമ്യ മധ്യം എന്നുള്ള രീതിയിൽ മധ്യമ മണിപ്രവാളം എന്ന് പറയുന്നു. മധ്യമകൽപ്പമാകുമ്പോൾ വളരെ ഡീഗ്രേഡഡ് ആയ ഒരു മണിപ്രവാളമാവുന്നു. അവിടെ ഒന്നുകിൽ ന്യൂനമായിട്ടിരിക്കും, മറ്റൊന്ന് പ്രധാനമായിട്ടിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സമമായിട്ടിരിക്കും, മറ്റൊന്ന് ന്യൂനമായിട്ടിരിക്കും. ഈ തരത്തിൽ അദ്ദേഹം അതിന്റെ പലതരം സാധ്യതകളെ കുറിച്ചും അദ്ദേഹം പറയുന്നു. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ എല്ലാം ന്യൂനമായിരിക്കുന്നത് അധമ മണിപ്രവാളം എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അങ്ങനെ മണിപ്രവാളത്തിന് അദ്ദേഹം ചില വിഭാഗങ്ങൾ കൽപ്പിച്ചുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നുണ്ടാവണം. ഓക്കെ, ലീലാതിലകവുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ലീലാതിലകം എന്ന് പറയുന്ന ഒരു കൃതി അല്ലെ, അത് പല പല ഘട്ടങ്ങളായിട്ടാണ് വരുന്നത് നമുക്കറിയാം അല്ലെ. അത് ലഭിച്ചത് എവിടെ നിന്നാണ് എന്നതാണ് ചോദ്യം. ആർക്കെങ്കിലും അറിയാവോ? ചിറക്കൽ കോവിലകത്തു നിന്നാണ്. ചിറക്കൽ കോവിലത്ത് നമ്മൾ നേരത്തെ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. കൂടല്ലൂർ മനയിൽ നിന്നാണ് ലീലാതിലകം കിട്ടുന്നത് കേട്ടോ. കൂടല്ലൂർ മനയിൽ നിന്നാണ് ലീലാതിലകം ത്തിന്റെ പ്രതി കണ്ടെടുക്കുന്നത്. ലീലാതിലകം ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ആരാണ് എന്നുള്ളതാണ്. ലീലാതിലകം പരിഭാഷപ്പെടുത്തിയ ആളുകളുടെ അപ്പൻ തമ്പുരാൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. അപ്പൻ തമ്പുരാനാണ് അത് ആദ്യമായിട്ട് മുഴുവനായിട്ടില്ലെങ്കിലും അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നത് അല്ലെ. ഏത് മാസികയിലാണ് അത് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഏത് മാസികയിലാണ് അത് പ്രസിദ്ധീകരിച്ചത്? മംഗളോദയത്തിൽ അല്ലെ. മംഗളോദയത്തിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ലീലാതിലകത്തിൽ താഴെയുള്ള ഏത് കൃതിയിലെ ശ്ലോകമാണ് ഉദാഹരണപദ്യമായി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണത് അല്ലെ. ലീലാതിലകത്തിൽ വരുന്ന ഈ കൃതികളിൽ ഏത് കൃതിയാണ് ലീലാതിലകത്തിൽ വരുന്നത് എന്നുള്ളതാണ്. ഒന്നുകിൽ സന്ദേശമാണ്. ഓക്കെ, ഇതും ലീലാതിലകവുമായി ബന്ധപ്പെടുത്തിയിട്ട്
സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തമിഴ് സംസ്കൃതം എന്നുള്ള സുമനസ്സുകൾ കൊണ്ടൊരു ഇണ്ടമാല ഉതിർക്കിன்றേൻ പുണ്ടരീകാക്ഷ പൂജയ എന്ന് പറയുന്ന പദ്യം മണിപ്രവാളത്തെ കാണിക്കുന്നില്ല എന്ന് ലീലാതിരകാരൻ പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. എന്താണ് എന്നുള്ളത് പെട്ടെന്ന് അതിന്റെ ഒരു ഉത്തരം പറയാവോ? ഞാനത് പറഞ്ഞു കഴിഞ്ഞാണ് അതിന്റെ ഉത്തരം. അദ്ദേഹം ചേർച്ചയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തും പവിഴവും പോലെ രണ്ടും ചുവപ്പായിരിക്കണം. ചുവപ്പും വെളുപ്പും ഇടകലരുന്നത് കൊണ്ടാണ് ആ മെറ്റഫർ ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നത് അല്ലെ. അദ്ദേഹം സന്ദർഭത്തിൽ പറയുന്നത് ചുവപ്പും രണ്ട് നിറമായിട്ടിരിക്കരുത്, രണ്ട് വേറെ വേറെ ആയിട്ട് മോരും മുതിരയും പോലെ ആകരുത്, രണ്ടും വേറെ വേറെ ഭാഷയാണെന്ന് അറിയാത്ത തരത്തിലുള്ള നിരപ്പുകേടില്ലാത്ത ഒരു ഭാഷയായിരിക്കണം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധ്യമകൽപ്പം മണിപ്രവാളത്തിൽ പെടാത്തത് ഏത് എന്നുള്ളത് ചോദ്യം. ഇത് കുറച്ചധികം ചോദ്യങ്ങൾ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു എന്ന് മാത്രം. ഒരു മധ്യമ കൽപ്പം മണിപ്രവാളത്തിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. അത് ഇത് നോക്കിയാൽ മതി. സമവും പ്രധാനവും വരുന്നതാണെങ്കിൽ അത് ഉത്തമ കൽപ്പത്തിലാണ് വരിക എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ന്യൂനത്വ അധമം എന്നതിൽ ന്യൂനമായിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഭാഷയും സംസ്കൃതവും, ഭാഷയും രസവും, സംസ്കൃതവും രസവും, സംസ്കൃതവും വാച്യവും. ഇതൊക്കെ വളരെ ബേസിക് ആയ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്. പക്ഷെ നമുക്ക് അത് ഇന്റർനലൈസ് ചെയ്ത സമയത്തുണ്ടെങ്കിൽ നമുക്ക് അബദ്ധം പറ്റാനും സാധ്യതയുണ്ട് അല്ലെ. ന്യൂനമായിരിക്കുന്നത് ഭാഷയും രസവുമാണ് അല്ലെ. ഭാഷയും രസവുമാണ്. സംസ്കൃതവും അതുപോലെ തന്നെ വാച്യവും കൂടിയിരുന്നാലാണ് ഈ പറയുന്ന എന്താ പറയാ അധമ മണിപ്രവാളമായിട്ട് വരുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. ഇത് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ലീലാതിലകത്തിൽ സൂചിപ്പിക്കപ്പെട്ട പിന്നീട് മണിപ്രവാള കൃതികളിലൊക്കെ അകത്തേക്കും കടന്നു വന്നിട്ടുള്ള പല ദേവദാസികൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൂത്ത സ്ത്രീകൾ എന്നൊക്കെ പറയുന്ന കൂത്തത്തികൾ എന്നൊക്കെ പറയുന്ന പലതരം സ്ത്രീകളുടെയും അതിന്റെ വംശാവലിയൊക്കെ പലപ്പോഴും കടന്നു വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അങ്ങനെയുള്ള കുറെ ആളുകൾ ഇതിനകത്ത് വരുന്ന പരാമർശങ്ങളിലുള്ള. അപ്പോൾ ഈ ലീലാതിലകത്തിൽ സൂചിപ്പിക്കപ്പെട്ട ഏതെങ്കിലും ദേവദാസിയുടെ പേരൊക്കെ ചോദിച്ചുകൊണ്ടൊരു ചോദ്യത്തിനകത്ത് ഇത്തരം ചില പേരുകൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ലീലാതിലകത്ത് മണിപ്രവാളത്തിന് നൽകുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ മണിപ്രവാളം അഥവാ മധുരകാവ്യം എന്നാണ് ഉള്ള പേരാണ് പറയുന്നത്. ആരാണ് മധുരകാവ്യം എന്ന് മണിപ്രവാളത്തെ വിളിച്ചത് എന്നുള്ളതാണ്. അറിയാവോ? പി കെ നാരായണപിള്ളയാണ്. പി കെ നാരായണപിള്ളയാണ് ഈ പറയുന്ന ലഘു മണിപ്രവാള കാവ്യങ്ങളൊക്കെ സംപാദനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് പി കെ നാരായണപിള്ളയാണ്. അദ്ദേഹമാണ് മധുരകാവ്യം എന്ന മണിപ്രവാളത്തെ വിളിച്ചത്. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം അവിടെ ഉണ്ട്. മണിപ്രവാളം ലഘുകാവ്യങ്ങൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നത് അല്ലെ. നാരായണപിള്ളയാണ്. അത് ഓർമ്മയുണ്ടാവണം. ഓക്കെ. ഇനി മണിപ്രവാള കൃതികളിലേക്ക് നമുക്കൊന്ന് ഓടിച്ചൊന്ന് വരാം. മണിപ്രവാള കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതിന്റെ ഒരു സ്വഭാവം എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഒരു കാലക്രമം ഏതാണ് എന്നുള്ളതിന്റെ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയാണ്. വൈശിക തന്ത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. ചെറിയച്ചി, മല്ലി നിലാവ്, ഉത്തരാചന്ദ്രിക അല്ലെ, ഇളയച്ചി, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരി ദേവി ചരിതം, ഉണ്ണിയാടി ചരിതം, കാകസന്ദേശം, അനന്തപുരവർണ്ണനം, ആലത്തൂർ മണിപ്രവാളം. അതിന്റെ ഒരു കാലഗണനയൊക്കെ സംബന്ധിച്ച് സംശയമുണ്ട്. ഉണ്ണുനീലി സന്ദേശം, കോകസന്ദേശം, ചന്ദ്രോത്സവം, ഇത്രയും കൃതികൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രാചീന മണിപ്രവാളം എന്ന് നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത്. അപ്പൊ ഒരു കാലത്തെക്കുറിച്ചൊരു ഒരു ഓർമ്മ ഉണ്ടാവണം അല്ലെ. ഈ കൃതികളെ കുറിച്ചുള്ള സാമാന്യമായൊരു ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മധ്യകാല മണിപ്രവാളമാണ് അല്ലെ. മധ്യകാല മണിപ്രവാളത്തിനകത്ത് ഒരു നടുനായകത്വം എന്ന് നമ്മൾ പറയുന്നത് രാമായണം ജംബുവിനെയാണ്. സന്ദേശകാവ്യങ്ങളുടെ നടുനായകത്വം ഉണ്ണുനീൽ സന്ദേശത്തിനാണെന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലെ. രാമായണം ജംബുവും ഭാരതം ജംബുവും ഉണ്ടാകുന്നുണ്ട് അല്ലെ. പിന്നെ നമ്പൂതിരിയാണോ അല്ലയോ എന്നുള്ള തർക്കങ്ങളൊക്കെ അവിടെയുണ്ട്. ഭാഷാകർണാമൃതം പോലെ, അതുപോലെ തന്നെ ഈ ചെല്ലൂർ നാഥോദയം, തെങ്കല നാഥോദയം, നൈഷധം ജംബു, രാജരത്നാവലിയം ജംബു, കൊടിയ വിരഹം ജംബു തുടങ്ങിയ ചമ്പു സാഹിത്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്ന ഘട്ടമാണ് ഈ മധ്യകാല മണിപ്രവാളം എന്ന്
പറയുന്നത്. തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സൂചിപ്പിക്കാം. ഇതല്ലാതെ തന്നെ കുറേ സ്തവങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറെ കൃതികൾ, കണക്കസാരം പോലെയുള്ള വന്ദന ശ്ലോകങ്ങൾ വരുന്നുണ്ട്. മധുജൂത പഞ്ചകം, ശ്രീകൃഷ്ണ സ്തവം പോലെയൊക്കെയുള്ള, ഭദ്രകാളി സ്തവം പോലെയൊക്കെയുള്ള സ്തോത്ര കൃതികൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആലത്തൂർ മണിപ്രവാളം, താമരനെല്ലൂർ ഭാഷ തുടങ്ങിയ ഈ പറയുന്ന മുഹൂർത്ത പദവി പോലെയൊക്കെയുള്ള ജ്യോതിഷവുമോ വൈദ്യവുമൊക്കെ ബന്ധപ്പെട്ട ധാരാളം കൃതികളും മണിപ്രവാളവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നുണ്ട്. അപ്പൊ ഇത്രയും കൃതികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു ക്ലസ്റ്ററിനെയാണ് നമ്മൾ മണിപ്രവാളം എന്ന്, മണിപ്രവാള സാഹിത്യം എന്ന് നമ്മൾ സാമാന്യമായിട്ട് പ്രസ്ഥാന സ്വഭാവത്തിൽ നമ്മൾ പറയുന്നത്. പക്ഷെ മണിപ്രവാളം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലയാളത്തിന്റെ ആധുനിക കവിതയെ വരെ സ്വാധീനിച്ചിട്ടുള്ള സവിശേഷമായ ഒരു സാഹിതീയ ഭാവുകത്വത്തെയാണ് നമ്മൾ മണിപ്രവാളം എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് കുറെ കൂടെ ശരിയായ ഒരു നിരീക്ഷണം എന്ന് പറയും. അതിനെ ചരിത്രപരമായ ഒരു ഘട്ടം എന്ന് പറയുന്നതിനേക്കാൾ. ഓക്കെ, ലീലാതിലകത്തിൽ താഴെയുള്ള ഏത് ലഘുമണിപ്രവാള കൃതിയുടെ ശ്ലോകമാണ് ഉദാഹരണപദ്യമായി നൽകിയിട്ടുള്ളത്? ചെറിയച്ചിയാണ് ശരിയായ ഉത്തരം. ചെറിയച്ചിയിൽ നിന്നുള്ള ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഇനി നമുക്ക് ഈ പറയുന്ന വൈശികതന്ത്രം തൊട്ട് ഇങ്ങോട്ട് പക്ഷെ ഭാഷാ നൈഷത ചമ്പ് വരെ എത്തുന്ന ഒരു 8-9 കൃതികളാണ് പ്രധാനമായിട്ടും മണിപ്രവാള കൃതികളിൽ പ്രധാനമായിട്ടുള്ളത്. ഈ കൃതികളെ ഒന്ന് സാമാന്യമായിട്ട് ഒന്ന് പരിചയപ്പെടാം. ആ കൃതികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കായിട്ട് പഠിക്കുന്ന കൃതികൾ അതൊക്കെ ആയതുകൊണ്ട് അത്തരം കൃതികളെ ഒന്ന് സാമാന്യമായിട്ട് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, വൈശികതന്ത്രം എന്ന് പറയുന്ന ഈ കുട്ടിനീമതം ദാമോദരന്റെ ആ ഒരു മാതൃകയിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ കൃതിയാണ് വൈശികതന്ത്രം എന്ന് നിങ്ങൾക്കറിയാം, അതൊരു ഏറ്റവും പഴയ ഒരു മണിപ്രവാള കൃതിയായിട്ട് കരുതപ്പെടുന്ന ഒരു സംഗതിയാണ്, അതിന് മറ്റൊരു പേര് വേശ്യോപനിഷത്ത് എന്ന് പറയുന്ന ഒരു പേര് അതുണ്ട്. വൈശികം എന്ന് പറയുന്ന ആളുകളെ വശീകരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു നാട്യശാസ്ത്രത്തിന്റെ ഒരു അധികരണത്തിൽ നിന്നാണ് ഈ സവിശേഷമായ വൈശിക തന്ത്രകൃതികളുടെ ഒരു പാരമ്പര്യം ഉണ്ടാവുന്നത്. ഏതാണ്ട് 200ഓളം ശ്ലോകങ്ങളാണ് വ്യത്യസ്തമായ വൃത്തങ്ങളിലായിട്ട് ഉള്ളത്, അതിനകത്ത് ഈ പറയുന്ന യൗവനപ്രായമായ അനംഗസേനയ്ക്ക് അവളുടെ അമ്മ കുലധർമ്മത്തെ ഇങ്ങനെ പുരസ്കരിച്ച് ചെയ്യുന്ന ഉപദേശമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പറഞ്ഞ മറ്റുള്ളവർ വശീകരിക്കുന്നു, ഈ പറയുന്ന സമ്പത്ത് ആർജിക്കുന്ന എന്തുമാത്രം പ്രധാനമാണ് എന്നുള്ളതും, അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഈ കാമവൃത്തി എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കൃതിയാണ് വൈശിക തന്ത്രം എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഈ പറയുന്ന പോലെ അതിന്റെ കാലഗണനയെ സംബന്ധിച്ച് ഉള്ളൂര് നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ പ്രധാനമാണ്. മന്ത്രാംഗവുമായി ബന്ധപ്പെടുത്തിയിരുന്ന അദ്ദേഹം ഈ പറയുന്നത് പോലെ എന്താ പറയാ മന്ത്രാംഗത്തിനകത്ത് ഈ പറയുന്ന അതിനകത്തുള്ള ചില വരികൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെയാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ ഒരു പ്രാക്ടീസ് ടെക്സ്റ്റുകളാണ് ഈ പറയുന്ന മന്ത്രാംഗം എന്നുള്ളത്. പിൽക്കാലത്ത് അത് കൂട്ടിച്ചേർത്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പൊതുവെ അങ്ങനെ ഒരു രീതിയിലാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഭാഷയുടെ ചില സംഘർഷങ്ങൾ നമ്പ്യാർതമിഴുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയണ്ടായി. അപ്പൊ അതിനകത്ത് തന്നെ ഭാഷീകൃത സംസ്കൃതങ്ങളും ഉണ്ടാവുന്നുണ്ട്, സംസ്കൃതീകൃത ഭാഷ പദങ്ങളും ഉണ്ടാവുന്നുണ്ട്, അപ്പൊ സംസ്കൃതീകൃത ഭാഷയൊക്കെ തോലൻ ഒരുപാട് ഹാസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നമുക്കറിയാം, അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രയോഗങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട്, ലീലാതിലകം ഇതിനെ വൈശികതന്ത്രത്തിനുള്ള ഉദ്ധരണികൾ കാണുകയും ചെയ്യാം, വൈശികതന്ത്രവുമായി ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട ആശയങ്ങൾ അതൊക്കെയാണ്. ഓക്കെ, മറ്റൊന്ന് ചന്ദ്രോത്സവമാണ്. സ്പീഡിൽ പോകുന്നു, ഒരുപാട് വിശദാംശങ്ങൾ നോട്ടിൽ എല്ലാ വിശദാംശങ്ങളും ഉണ്ടാവും, നിങ്ങളതൊന്ന് നോക്കിയാൽ മതിയാവും, ഈ ചന്ദ്രോത്സവം എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ പറയുന്ന ചമ്പു എന്നും അല്ലെങ്കിൽ സന്ദേശകാവ്യം അല്ലെങ്കിൽ സ്തോത്രകാവ്യം എന്നൊക്കെ നമ്മൾ പല ക്ലസ്റ്ററുകളായി തിരിക്കുന്ന ഈ പറയുന്ന മണിപ്രവാള സാഹിത്യത്തിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പലപ്പോഴും അത് ഒരു ആക്ഷേപഹാസ്യത്തിന്റെ സ്വഭാവത്തിലുള്ള കൃതിയാണോ എന്നൊക്കെ പറയാവുന്ന, അതോ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഗതിയാണ് എന്നതിനൊക്കെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു കൃതിയാണ് ഈ പറയുന്ന ഒരു ശൃംഗാരകാവ്യമാണ് ചന്ദ്രോത്സവം എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്നത്, അപ്പോ അത് ഈ പറയുന്ന എന്താ പറയാ പലപ്പോഴും അത് വളരെ ഹാസ്യാത്മകമായിട്ടാണ് ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയുടെ എലമെന്റ് വളരെ കുറഞ്ഞ ഒരു കൃതിയാണ് അത് എന്ന് നമുക്കറിയാം. എന്തായാലും
മണിപ്രവാള ലക്ഷണം നമുക്കറിയാം. ആദ്യകാല കൃതികൾ മാത്രമാണ് ലീലാതിലകത്തിലെ, നമ്മൾ രാമചരിതം പറഞ്ഞതുപോലെ ലീലാതിലകത്തിലെ മണിപ്രവാള ലക്ഷണം പാലിക്കുന്നത്. അല്ലെ, മധ്യകാല മണിപ്രവാളം ആകുമ്പോഴേക്കും സംസ്കൃതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്ന, രസത്തിന് പകരം ഇങ്ങനെയുള്ള അതല്ലാത്ത സംഗതികൾക്ക്, പ്രാസം പോലുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്ന കവിതകളിലൊക്കെയാണ് ഉണ്ടാകുന്നത്. അല്ല, ഇപ്പൊ ഈ ഒരു ഘട്ടത്തിനകത്ത് ഈ പറയുന്ന ചന്ദ്രോത്സവമൊക്കെ ആകുമ്പോഴേക്കും സംസ്കൃത പദങ്ങൾ ധാരാളമായിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്നു. അല്ലെ, അപ്പൊ അതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ത്രൈവർണിക സമൂഹത്തിനകത്ത് ഒരു നമ്പൂതിരി ആയിരിക്കാം. തലപ്പള്ളി രാജാവിന്റെ കീഴിലുള്ള ചിറ്റിലപ്പള്ളിയിലെ ഒരു നമ്പൂതിരിയാണെന്ന് ഊഹിക്കുന്നു. എല്ലാം ഊഹങ്ങൾ മാത്രമാണ്. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ചില പരാമർശങ്ങൾ എന്താണ്, പന്നിയൂർ ചോകരം ഗ്രാമങ്ങൾ, അല്ലെ, അത്തരം ചില കാര്യങ്ങൾ. അപ്പൊ പന്നിയൂർ ഗ്രാമത്തോട് കൂറ് പുലർത്തുന്ന ഒരാളായിരിക്കാം എന്നും, അല്ലെ, ഒരു 15th സെഞ്ചുറി പീരീഡ് ഒക്കെയാണ് ഇവിടെ അതിനെ നിശ്ചയിക്കുന്നത് നമുക്കറിയാം. അല്ലെ, അപ്പൊ അതിനകത്ത് ഈ ചിറ്റിലപ്പള്ളിയിൽ നടക്കുന്ന ഒരു വലിയ ചന്ദ്രോത്സവത്തിനകത്തേക്ക് എത്തുന്ന, അല്ലെ, ഒരു ഗന്ധർവന്റെ കഥയാണ് ഈ പറയുന്ന എന്താ പറയാ ചന്ദ്രോത്സവം എന്നതിന്റെ പ്രമേയം എന്ന് നമുക്കറിയാം. അല്ലെ, ഏതാണ്ട് 569 ശ്ലോകങ്ങൾ ഉണ്ട് ഇതിനകത്ത്. സാമാന്യം വലിയ ഒരു കൃതിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിലെ പല അടരുകളെയും, പ്രത്യേകിച്ച് സാമ്പത്തിക അടിത്തറയെയും ആവിഷ്കരിക്കുന്ന ഒരു കൃതി എന്ന രീതിയിൽ അത് വളരെ പ്രധാനമാണ്. രാജാക്കന്മാരായ, ഭൂപ്രഭുക്കന്മാരായ ആളുകൾ, നാടുവാഴികളും ദേവദാസികളും ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ജീവിതവും, അല്ലെങ്കിൽ അത്തരം ചില സംഗതികളാണ് അതിനകത്ത്. അവരുടെ കുത്തഴിഞ്ഞ ജീവിതത്തെയാണ് അത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ചന്ദ്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്കകത്തൊക്കെയുള്ള വളരെ നിശിതമായിട്ടാണ് ഇത്തരം ഈ മണിപ്രവാള സംസ്കാരത്തെ വിമർശിക്കുന്നത് നമുക്കറിയാം. അല്ലെ, ഈ കൃതി ഒന്നുകിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ആക്ഷേപഹാസ്യമാണ്, അല്ലെങ്കിൽ അങ്ങേയറ്റം വഷളനായ ഒരാളുടെ രചനയാണ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം എൻ കൃഷ്ണപിള്ളയുടേതായിട്ടുണ്ട്. അപ്പൊ അതൊരു ഇപ്പോ നമ്മള് മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരിയാണോ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചന്ദ്രോത്സവം അങ്ങനെ ഒരു ഹാസ്യകവനമാണോ, ആക്ഷേപഹാസ്യമാണോ, അല്ലെങ്കിൽ സാമൂഹ്യ വിമർശനമാണോ ഉന്നയിക്കുന്നതെന്ന് പറയുന്നൊരു വാദവും പ്രബലമാണ് എന്നുള്ളതാണ് ചന്ദ്രോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഓക്കെ, ഉണ്ണുനീലി സന്ദേശമാണ് സന്ദേശകാവ്യങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഉണ്ണുനീലി സന്ദേശമാണ്. ഒരുപക്ഷെ അത് ഈ പറയുന്ന സംസ്കൃത സന്ദേശകാവ്യങ്ങളിൽ നിന്ന് കേരളീയ സംസ്കൃത സന്ദേശകാവ്യങ്ങൾ, അല്ലെ, ശുഭസന്ദേശം ഉണ്ടാവുക, ശുഭസന്ദേശത്തെ അനുകരിച്ചുകൊണ്ട് ഉണ്ടായ അനേകം കൃതികൾക്കകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃതി എന്ന രീതിയിലാണ് ഈ ഉണ്ണുനീലി സന്ദേശം ഉണ്ടാവുന്നത്. അല്ലെ, അത് 2 ഭാഗങ്ങളായിട്ടാണ്, പൂർവം ഉത്തരം എന്ന് പറയുന്ന ഭാഗങ്ങളായിട്ട് സാമാന്യ ദീർഘമായി 200-അധികം പദ്യങ്ങൾ വരുന്ന ഒരു കൃതിയാണ്. സന്ദേശകാവ്യങ്ങളുടെ, പ്രത്യേകിച്ച് മധ്യകാല സന്ദേശകാവ്യങ്ങളിൽ നിരന്തരമായി തുടരുന്ന സന്ദേശകാവ്യങ്ങളുടെ വൃത്തം എന്നറിയപ്പെടുന്ന മന്ദാക്രാന്ത എന്ന് പറയുന്ന വൃത്തം തന്നെയാണ് അതിനകത്ത് വരുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം. അല്ലെ, രസികരഞ്ജിനിയാണ്. നേരത്തെ രസികരഞ്ജിനിയെ കുറിച്ച് ആരും പറയേണ്ട, അല്ലെ, ഉണ്ണുനീലി സന്ദേശം പ്രസിദ്ധീകരിച്ച മാസികയാണ് രസികരഞ്ജിനി എന്ന് പറയുന്നത്. അല്ലെ, ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ണുനീലി സന്ദേശത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം, നിങ്ങൾക്കറിയാം. അല്ലെ, ശിവനാട് കുഞ്ഞൻപിള്ളയുടെ ഉണ്ട്, ഇളംകുളം കുഞ്ഞൻപിള്ളയുണ്ട്, നിരവധി പേർ അത് വ്യാഖ്യാനം തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൃഷ്ണമാരാരാണ് ഈ പറയുന്ന മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരിയാണ് എന്ന രീതിയിൽ അതിനൊരു ഹാസ്യകപരമായി കാണാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ശ്രമം, അദ്ദേഹത്തിന്റെ ഹാസ്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട സങ്കല്പവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു 14ാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിൽ രചിച്ചാണ് എന്ന് വിചാരിക്കുന്ന ഒരു കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ കവിയും നായകനും ഒരാളാണോ അതോ വേറെ ആളാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തർക്കങ്ങൾ ഉണ്ട്. അല്ലെ, ഇപ്പൊ മുണ്ടക്കലിലത്ത് ഉണ്ണുനീലി എന്ന് പറയുന്ന ഒരു നായികയാണ്. അല്ലെ, അപ്പൊ അതൊരു ഒരു ദേവദാസി സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ടാവുന്നത് നമുക്കറിയാം. അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ചോദ്യങ്ങളുള്ളത് വിശദമായിട്ട് അത് പരിചയപ്പെടാം. അല്ലെ, ഈ പറയുന്ന ഉണ്ണുനീലിയും നായകനും തമ്മിലുള്ള ഒരു പ്രണയവും, അല്ലെങ്കിൽ അതിന്റെ വിരഹം കടന്നു വരുന്നു. അല്ലെ, ഈ പറയുന്ന പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോയി, അല്ലെ, ഈ പറയുന്ന ആദിത്യവർമ്മ എന്ന് പറയുന്ന രാജകുമാരന്, അല്ലെ, ഈ പറയുന്ന വളരെ പ്രസിദ്ധമായിട്ട് കാളം പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള വരികളൊക്കെ അതിനകത്ത് വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അല്ലെ, അപ്പോൾ ആ രാജകുമാരനെ കാണുകയും, അല്ലെ, തന്റെ നായികയ്ക്ക് വേണ്ടി സന്ദേശം അയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തിരുവനന്തപുരം തൊട്ട് കടുത്തുരുത്തി വരെയുള്ള ഒരു പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ, അല്ലെങ്കിൽ അതിന്റെ ഒരു യാത്രാ വിവരണം എന്ന രീതിയിലാണ് അവിടെ കാണുന്ന കാഴ്ചകളും മറ്റുമൊക്കെയാണ്. ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട രാജാക്കന്മാർ, അല്ലെ, ഇങ്ങനെയുള്ള കുറെ ഇട രാജാക്കന്മാരുടെ ഒരു വർണ്ണനകളാണ് പ്രധാനമായിട്ട് ഈ കൃതിയിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അല്ലെ, അപ്പൊ പ്രധാനമായ അങ്ങാടികളും അവിടെ നടക്കുന്ന കാര്യങ്ങളും പലതരം എന്താ പറയുക സാമൂഹ്യ ഗണങ്ങൾ ഈ അങ്ങാടികളിൽ ഇടകലരുന്നതും അവിടേതായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും തുടങ്ങിയ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അല്ലെ, അതോടൊപ്പം തന്നെ ആ ഒരു മധ്യകാല കേരളത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച ചില
ചരിത്ര സന്ദർഭങ്ങളെ പ്രതിഫലിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും കൂടെ ഇതിനകത്തുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. അതോടൊപ്പം തന്നെ ഈ ചന്തയിലെ ഈ പറയുന്ന ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ചില ഒരു വിലപ്പെട്ട വിവരങ്ങൾ കിട്ടുന്ന ഒരു സംഗതിയാണ് അല്ലെ. പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന്റെ എന്താ പറയാ വർണ്ണനകളുമായി ബന്ധപ്പെടുത്തി ധാരാളമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ ആദ്യകാല നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണാൻ കഴിയാവുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ, ചില ഉന്നതിയിലെ സന്ദേശം, ചില വിശേഷണങ്ങൾ ആര് നൽകി, എന്ത് നൽകി എന്നൊക്കെ ചില ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചോദ്യങ്ങളിൽ അതൊന്ന് പരിചയപ്പെടാം അല്ലെ. നമ്മുടെ അച്ചി ചരിതങ്ങളിലെ ആദ്യത്തെ അച്ചി ചരിതം എന്ന് പറയുന്ന ഉണ്ണിയച്ചി ചരിതം എന്ന് പറയുന്ന അങ്ങേ തലയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ അച്ചി ചരിതമാണ് ഈ പറയുന്ന ഉണ്ണിയച്ചി ചരിതം എന്ന് പറയുന്നത് അല്ലെ. അത് ഏതാണ്ട് ഒരു 13-ാം നൂറ്റാണ്ടിന് മുമ്പായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിനകത്ത് ഹോയ്സല രാജ്യത്തെ കുറിച്ചൊക്കെ ഒരു പരാമർശം 13-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും നശിച്ചുപോയ രാജ്യത്തെ കുറിച്ചൊക്കെ പരാമർശം അതിനകത്ത് ഒക്കെ കാണുന്നത് കൊണ്ടും അല്ലെ, അതിനകത്തുള്ള ചില നാണയങ്ങളെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അല്ലെ, ഇന്ന ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ടാണ് അതിന്റെ ഒരു കാലത്ത് ആ രീതിയിൽ നിർണയിച്ചിട്ടുള്ളത് എന്നറിയാം അല്ലെ. ദേവൻ ശ്രീകുമാരൻ എന്ന് പറയുന്നയാൾ അല്ലെ, ഇത് ഈ പറയുന്ന വടക്കൻ കേരളത്തിൽ നിന്നുണ്ടായ ഒരു കൃതിയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അല്ലെ. അപ്പൊ ആ ഒരു പ്രദേശത്തൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സാംസ്കാരിക പരിസരമാണ് അതിനകത്ത് വരുന്നത് അല്ലെ. പലതരം എന്താ പറയാ കേരളത്തിലെ വളരെ വ്യത്യസ്തമായ ജനവർഗങ്ങളെ കുറിച്ചുള്ള പരാമർശം അവിടെയുണ്ട് അല്ലെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു ഗന്ധർവനും അല്ലെ, അതുപോലെ ഗന്ധർവൻ തന്നെയാണ് അതിനകത്ത് നായകനായിട്ട് കടന്നു വരുന്നത് അല്ലെ. തിരുമധൂർ ക്ഷേത്രത്തിലെ നർത്തകിയായ ഉണ്ണിയച്ചിയാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ തിരുമരുതൂർ ക്ഷേത്രത്തിന്റെ വലിയൊരു വർണ്ണനയിലൂടെയാണ് ആ ഒരു കൃതി, ഉത്സവത്തിന്റെയും മറ്റൊക്കെ ഒരു വർണ്ണനയിലൂടെയാണ് അതിനകത്ത് അവിടെ എത്തിയിട്ടുള്ള വലിയ ജനാവലിയുടെ ഒക്കെ വർണ്ണനയിലൂടെയാണ് ആ കൃതി തന്നെ ആരംഭിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഗദ്യത്തിന്റെ ഒരു സംഗതി, ആദ്യകാല മണിപ്രവാള കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ ഗദ്യത്തിനും പദ്യത്തിനും ഒരുപോലെ പ്രാധാന്യം. ഉണ്ണിച്ചിരുദേവി ചരിത്രമാകുമ്പോൾ പദ്യമേ ഇല്ല എന്നുള്ള മട്ടിൽ ഗദ്യത്തിന് വലിയ സുപ്രീമസി ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഗദ്യം എന്ന് പറയുന്നത് പിന്നീടുള്ള നമ്മുടെ സാഹിത്യ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് പോലെ അത് ദ്രാവിഡ കൃത്യത്തിൽ നിബന്ധിച്ചിട്ടുള്ള ചില ഖണ്ഡങ്ങളാണ് എന്നുള്ളത് സംസ്കൃതത്തിന്റെ ചതുരവടിയിൽ നിന്ന് മാറിയിട്ട് ദ്രാവിഡ വൃത്തത്തിൽ നിബന്ധിച്ചിട്ടുള്ളതാണ്. അത് തരങ്കിണിയുടെ തന്നെ ഒരു വകഭേദമാണ് എന്നൊക്കെ പറയാം. അപ്പൊ ആ ഒരു ഗദ്യ പാരമ്പര്യം ഇവിടെ ഈ പറയുന്ന ദ്രാവിഡ വൃത്തഗന്ധിയായിട്ടുള്ള ഈ ഒരു ഗദ്യ പാരമ്പര്യം കൊണ്ടുവന്നത് ആദ്യത്തെ ഒരാളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ദേവൻ ശ്രീകുമാരനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റൊരു കൃതിയാണ് ഈ പറയുന്നത് പോലെ ഉണ്ണിയാടി ചരിതം എന്ന് പറയുന്ന കുറെ കൂടെ സുഘടിതമായിട്ടുള്ള ഒരു വലിയ കൃതിയാണ്. നിങ്ങൾക്കറിയാം ഈ പറയുന്ന അച്ചി ചരിതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഏറ്റവും പ്രബലമായ ഒരു കൃതിയാണ് ഉണ്ണിയാടി ചരിതം എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ദാമോദര ചാക്യാരാണ് അതിന്റെ രചയിതാവ് അല്ലെ. ഈ പറയുന്ന പ്രാവുകൾ എന്നൊക്കെ പറയുന്ന അല്ല ഒരു കഥ മുഴുവൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു പുരാണ കഥാസന്ദർഭത്തിലേക്ക് അതിനകത്തേക്ക് കൊണ്ടുവരികയും അല്ല അപ്സരസും ഗന്ധർവന്മാരൊക്കെ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ഡെമി ഗോഡ്സ് എന്നൊക്കെ പറയാവുന്ന ദൈവങ്ങൾക്കും ഈ പറയുന്ന മനുഷ്യർക്കും ഇടയിലുള്ള കുറെ സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ ആണ് മിക്കവാറും ഈ പറയുന്ന മിഡിൽ കൾച്ചറിനകത്ത് വളരെ പ്രബലമായിട്ടും ഉള്ളത് എന്നുള്ള ഇടത്തട്ട് സമൂഹങ്ങൾക്കകത്ത് വളരെ പ്രബലമായിട്ടുള്ളത്. പക്ഷെ അതിന് താഴെയുള്ള സമൂഹങ്ങൾക്കകത്താകട്ടെ ഈ പറയുന്ന മാടനും മറുതിയും പോലെയൊക്കെയുള്ള അങ്ങനത്തെ ദൈവങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഡൗൺ ടു എർത്തായിട്ടുള്ള അത്തരം ചില ദേവതാ സങ്കല്പങ്ങൾ ആണെങ്കിൽ ഇതിന്റെ ഇടത്തട്ടിലുള്ളവരിൽ വളരെ പ്രബലമായ ഒരു സംഗതിയായിരുന്നു ഈ ഗന്ധർവ അപ്സരസ് തുടങ്ങിയ സങ്കല്പങ്ങൾ എന്നറിയാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് മിക്കവാറും നമ്മുടെ ഈ ചരിതങ്ങളിലൊക്കെ അത്തരം പരാമർശങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു അല്ലെ. അപ്പോ സാമാന്യം വലിയൊരു ഖണ്ഡകാവ്യത്തിന്റെ വലുപ്പമുള്ള ഒരു കൃതിയാണ് ഈ പറയുന്ന ഉണ്ണിയാടി ചരിതം എന്ന് പറയുന്നത് അല്ലെ. അതിനകത്ത് വൃത്തത്തോടു കൂടിയ ഗദ്യങ്ങളല്ലാതെ വൃത്തനിബദ്ധമല്ലാത്ത ഗദ്യങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ മറ്റൊരു കൃതി എന്ന് പറയുന്നത് ഉണ്ണിച്ചിരുദേവി ചരിതമാണ് അല്ലെ. ഉണ്ണിച്ചിരുദേവി ചരിതം സാധാരണ ഒരു ചെറിയൊരു കൃതിയാണ്, അപൂർണമാണ് എന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ അത് ഉണ്ണിയപ്പിള്ള എന്ന് പറയുന്ന ഒരു നായിക, അത് വള്ളുവനാട് അതിന്റെ ഒരു പ്രദേശമാണ്. അപ്പൊ കേരളത്തിന്റെ പല പല സോഷ്യൽ സ്ഫിയറിൽ നിന്നാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന മണിപ്രവാളം
കൃതികളൊക്കെ ഉണ്ടായിട്ടുള്ള പാട്ടുകൃതികളും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തന്നെ കേരളം ഉടനീളം കേരളം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സ്ഥലത്തെ എങ്ങനെയാണ് പാട്ടും മണിപ്രവാളം നിർവചിച്ചെടുത്തത് എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം അത് അങ്ങനെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു ദേശരൂപീകരണത്തിന്റെ ആഖ്യാനങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക ദേശത്തെ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഒരുപക്ഷെ ഇതിനകത്ത് കേരളത്തിലുടനീളം അങ്ങേ ഈ പറയുന്ന വയനാട് അല്ലെങ്കിൽ കർണാടക ബോർഡർ തൊട്ടിട്ട് ഇങ്ങോട്ട് നാഗർകോവിൽ വരെയുള്ള പ്രദേശങ്ങൾക്കകത്ത് വരുന്ന പല സ്ഥലങ്ങളിലായിട്ട് ഒരു കൃതിയുടെ തന്നെ പല രൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തു നിന്ന് പല കൃതികൾ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് അങ്ങനത്തെ ഒരു പ്രാചീന സാംസ്കാരിക കേരളം രൂപപ്പെടുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഈ പറയുന്ന എന്താ പറയാ വള്ളുവനാടുമായി ബന്ധപ്പെട്ട് ചോകിരം ഇതൊക്കെ ബന്ധപ്പെട്ട് ഗ്രാമത്തിലെ ഈ ഒരു ഐ മീൻ കുലമണി എന്നൊക്കെ വിളിക്കുന്ന കൂത്തത്തിയായിട്ടുള്ള ഉണ്ണിച്ചിരി ദേവിയുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത് അല്ലെ. ഇന്ദ്രനാണ് ഇതിനകത്ത് വരുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അല്ലെ. ഞാൻ നേരത്തെ ഇന്ദ്രൻ നൽകിയ ദേവന്മാരെ കുറിച്ച് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ ഇവിടെ ഗദ്യമാണ് കൂടുതൽ വരുന്നത്. അതിനെ പദ്യം എന്ന രീതിയിലല്ല, അദ്ദേഹം ഗദ്യകൃതി എന്ന രീതിയിൽ തന്നെയാണ് ആ കൃതിയിൽ തന്നെ പറഞ്ഞത്. പക്ഷെ നമ്മൾ പൊതുവെ അതിന്റെ സംസ്കാരമൊക്കെ വെച്ചുകൊണ്ട് അതിനെ യഥാർത്ഥത്തിൽ മണിപ്രവാള കൃതിയായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രാചീന ചമ്പുക്കൾക്കകത്ത് ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ചമ്പുവിന്റെ ഒരു സ്വഭാവമൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ. അപ്പോ മറ്റൊരു ആശയം നമുക്ക് ചോദ്യങ്ങൾക്ക് വരാവുന്നത് പ്രാചീന ചമ്പുവും അതുപോലെ തന്നെ മധ്യകാല ചമ്പുവും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളെ കുറിച്ചിട്ടാണ്. പ്രാചീനവും മധ്യകാലവും തമ്മിലുള്ള ചമ്പുക്കളുടെ വ്യത്യാസങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. പ്രാചീന ചമ്പുക്കൾ പൊതുവെ സമകാലികം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാമൂഹ്യ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. കൽപ്പിത കഥകളാണ് പലപ്പോഴും. അങ്ങനെയൊക്കെയുള്ള അവിടുത്തെയുള്ള വളരെ പ്രബലരായിരുന്ന ദേവദാസികളും മറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലെ സങ്കല്പ കഥാപാത്രങ്ങളൊക്കെ വരുന്നൊരു സംഗതിയാണ്. പുരാണ ഇതിഹാസ കഥകൾക്കും ഭക്തിക്കും ഒക്കെ ഉള്ളൊരു തരം, അല്ലെങ്കിൽ ഈ പറയുന്ന രാജത്വം, ഉദ്ബോധനം തുടങ്ങിയ അങ്ങനെയൊക്കെയുള്ള ഒരു സാൻസ്ക്രിറ്റിക് പോയറ്റിക് ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള മൂല്യസങ്കല്പങ്ങളാണ് മധ്യകാല ചമ്പുക്കളിൽ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, വലിയ രാജാക്കന്മാരുടെ കഥകൾ അല്ലെങ്കിൽ പുരാണ കഥകളൊക്കെയാണ് വലിയ രീതിയിൽ അത് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അത് മഹാഭാരത്തിന്റെയും മറ്റും ഈ പറയുന്ന ഉപാഖ്യാനങ്ങളാണ് അവിടെയൊക്കെ പ്രമേയങ്ങളായി വരുന്നത് നമുക്കറിയാം അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പദ്യഭാഗത്തേക്കാൾ ഗദ്യഭാഗത്തിനാണ് ഈ പറയുന്ന പ്രാചീന ചമ്പുക്കൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ ഗദ്യം വളരെ കുറഞ്ഞുകൊണ്ടാണ് മധ്യകാല ചമ്പുക്കൾ ഉണ്ടാവുന്നത് അല്ലെ. സംസ്കൃതത്തിന്റെ ഒരു ആധിക്യം എന്ന് പറയുന്നത് മധ്യകാല ചമ്പുമ്പോഴേക്കും വരുന്നുണ്ട് അല്ലെ. പൊതുവെ ഈ പറയുന്ന സമകാലികമായ ഒരു ജീവിതത്തിന്റെ ആവിഷ്കാരം ഈ പറയുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഈ പറയുന്ന മധ്യകാല ചമ്പുക്കളുള്ളൂ. അത് പൂർണ്ണമായിട്ടും കാണുന്ന പ്രാചീന ചമ്പുക്കളിലാണ് എന്ന് കാണാം. അത് കുറെ കൂടെ ഈ മധ്യകാല ചമ്പുക്കൾ രംഗത്ത് അവതരിപ്പിച്ചിരുന്നു അല്ലെ. സഖേ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെ, അങ്ങയുടെ കണ്ടതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ഉത്സാഹം ഉണ്ടായി തീർന്നു, അത് പണ്ട് നളന് അങ്ങനെ ഉണ്ടായതുപോലെ എന്നൊക്കെ പറയുന്ന ചില വരികളൊക്കെ അത്തരം കൃതികളിൽ കാണുന്നത്, പ്രദേശം ചമ്പൂലൊക്കെ കാണുന്നത് ഇത് രംഗത്ത് അവതരിപ്പിച്ചിരുന്നു. പാഠകത്തിന്റെയൊക്കെ ഭാഗമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചിരുന്നതായിരിക്കാം എന്ന് പറയുന്ന ഒരു ചമ്പു പ്രബന്ധം എന്ന രീതിയിൽ അത് രംഗത്ത് അവതരിപ്പിച്ചതായിരിക്കാം എന്ന് ഒരു സൂചനയും നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. ഓക്കെ. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ രാമായണ ചമ്പുവാണ്. നമ്മുടെ പക്ഷേ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിയ രാമായണ കഥനങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന സാധനം പാട്ടുപ്രസ്ഥാനത്തിൽ ഉണ്ടാവുമ്പോൾ അതിന് പാരലായിട്ട് ആദ്യമായിട്ട് മണിപ്രവാളത്തിൽ നിന്ന് അത്തരം ഒരു അറ്റംപ്റ്റ് ഉണ്ടാവുന്നത് ഈ രാമായണ ചമ്പുവിലാണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ പറയുന്ന അച്ചി വർണ്ണനകളിലും രാജവർണ്ണകളിലും മാത്രം മുഴുകിയിരുന്ന ഈ ലൈറ്റ് വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാവ്യാഖ്യാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാൽമീകി രാമായണത്തെ ഇത്രയും ബൃഹത്തായിട്ട് അല്ലെ, ഈ പറയുന്ന ഓരോരോ ഖണ്ഡങ്ങളായിട്ട് ഇങ്ങനെ എന്താ പറയാ ഈ ഭാഗങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ടുള്ള വളരെ ബൃഹത്തായ ഒരു രാമായണ അവതരണമാണ് രാമായണം ചമ്പുലുള്ളത് എന്ന് പറയുന്നത്. ഇതാദ്യമായി പ്രസിദ്ധീകരിച്ച ആളുകളുടെ ചില പേരുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ചിദംബര വാദ്യാർ, അതുപോലെ ശങ്കരമേനോൻ അല്ലെ, അവിടെയൊക്കെ പേരുകൾ ഓർമ്മയുണ്ടാവണം. കാരണം മറ്റ് പല സന്ദർഭങ്ങളിൽ നമ്മൾ പരിചയപ്പെടാത്ത ആളുകളാണ് ഇവരുടെ പേരുകൾ കൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അത് പുനംജമ്പുവാണോ അല്ലയോ അത് എഴുതിയത് എന്നുള്ള അതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ തന്നെ. പൊതുവെ പുനംനമ്പൂതിരിയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത് തന്നെ പറയാൻ പറ്റുന്നുള്ളൂ അല്ലെ. ഇളംകുളം പോലുള്ള ആളുകളൊക്കെ ഈ പുനംനമ്പൂതിരിയുടേതല്ല എന്ന് പറയുന്ന വാദവും ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ. നൈഷധം ചമ്പു നിങ്ങൾക്ക് അറിയാവുന്ന എന്താ പറയാ
ഈ വനപർവ്വത്തില് ഈ നളചരിതം കഥ ആവിഷ്കരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് നൈഷധം ജംബുവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുഞ്ചൻ നമ്പ്യാരുടെയും അതുപോലെ തന്നെ ഈ മഴമംഗലത്തിലെ നൈഷധം ജംബുവും നളചരിതവും ചേർത്ത് വെച്ചുകൊണ്ടൊക്കെയുള്ള നമ്മുടെ പ്രാചീന കാവ്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടികൃഷ്ണമാരാരുടെയൊക്കെ പഠനമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. അത് വളരെ പ്രസിദ്ധമാണ് ഭാഷാ നൈഷധ ജംബു എന്ന് പറയുന്നത്. വൈഷ്ണവമംഗലം രാമായണ നമ്പൂതിരിയാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അദ്ദേഹം വേറെയും മഴമംഗലം നമ്പൂതിരി എന്നുള്ള മലയാളീകരിച്ച് അല്ലെ അദ്ദേഹം എഴുതിയ മറ്റ് കൃതികൾ രാജരത്നാവലിയും അതുപോലെ ബാലയുദ്ധം അതുപോലെ കൊടിയ വിരഹം തുടങ്ങിയ കൃതികൾ കൂടെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരു പക്ഷേ ഈ പറഞ്ഞ മണിപ്രവാളത്തിന്റെ ഒരു ലേറ്റർ പീരീഡിൽ നമുക്കൊരു അവസാന ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു കൃതി എന്ന രീതിയിലാണ് നൈഷധം ജംബുവിനെ നമുക്ക് കാണാൻ കഴിയുക. അത് വളരെ വിശദമായിട്ട് ഈ നള പർവം തന്നെയാണ് രണ്ട് ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. നളോപാഖ്യാനം എന്ന് പറയുന്നത് ഈ നളചരിതം 4 ആട്ടക്കഥ 4 ഖണ്ഡങ്ങളായി ചിത്രീകരിക്കുമ്പോൾ 2 ഭാഗങ്ങളായിട്ട് പൂർവ്വ ഉത്തര ഭാഗങ്ങളായിട്ട് നിബന്ധിച്ചിരിക്കുന്നു. പൂർവ്വഭാഗമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ. ഇതിലുള്ള ഈ ദണ്ഡകങ്ങളുടെ ഉപയോഗം അല്ലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നമുക്ക് ആട്ടക്കഥകളിൽ നമുക്ക് അതങ്ങനെ കാണാൻ കഴിയും. അപ്പൊ സവിശേഷമായ ചില ഉരുക്ക് ശീലുകൾ, സവിശേഷമായ ചില എന്താ പറയാ ആഖ്യാന രൂപങ്ങൾ ഒരു ഒരു ബൃഹത് കൃതിക്കകത്തേക്ക് കടന്നു വരിക എന്ന് പറയുന്ന രീതി. ദണ്ഡകങ്ങൾ ആസ് ഇറ്റ്സെൽഫ് ഒരു 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 കാവ്യ വ്യവഹാരമായിരിക്കും. അത് മറ്റൊരു കൃതിക്കകത്തേക്ക് വരിക എന്ന് പറയുന്ന പ്രത്യേകതയാണ്. ഈ ഗദ്യവും പദ്യവും ചേർന്നിട്ടുള്ള, കാരണം നമുക്കറിയാം ഗദ്യം എന്ന് പറയുന്നത് സവിശേഷമായ രീതിയിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള വൃത്തഗന്ധിയായിട്ടുള്ള ഒരു ഭാഗത്തെയാണ് പറയുന്നത്. അതിനിടയിൽ നിൽക്കുന്ന ദണ്ഡകം കൂടി ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന നൈഷധം ജംബു രൂപപ്പെട്ടിട്ടുള്ളത് അറിയാം. ഓക്കെ, അതാണ് ഈ പ്രധാനപ്പെട്ട ഒരു പക്ഷേ വൈശിക തന്ത്രം തൊട്ട് നൈഷധം ജംബുവിലുള്ള പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികളെ സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടാവുന്നു. ബാക്കി എല്ലാ കൃതികളും ലഘുകാവ്യങ്ങളും അതിന്റെ പ്രമേയം എന്താണ്, കഥാപാത്രം എന്താണ്, അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ നോട്ട് അതിനകത്തുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം ആ മേഖലയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഏതാണ്ട് എല്ലാ കൃതികളെയും അതിനകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചില ചോദ്യങ്ങളിൽ നിന്ന് കൊണ്ട് അവസാനിപ്പിക്കാം, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, ഈ ഗ്രന്ഥത്തിലെ വിഷയത്തിന്റെ ഔചിത്യത്തെ പറ്റി ആധുനികന്മാർക്ക് അഭിപ്രായ ഭേദം ഉണ്ടാകുമെങ്കിലും കവിതയെ പറ്റി അവർ അഹമഹമകിയ പ്രശംസോത്സുകരായി തന്നെ ഇരിക്കും എന്ന് ഉള്ളൂർ പറയുന്നത് ഏത് കൃതിയെയാണ് എന്നതാണ് ചോദ്യം അല്ലെ. ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രത്തിലുള്ള കോട്ടിംഗ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ഏത് കൃതിയാണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്ന ഒരു സംഗതിയാണ് അല്ലെ. അതിന്റെ ഒരു വൈശിക തന്ത്രമാണ് അല്ലെ. ആകൃതിയുടെ പ്രത്യേകത തന്നെ ഒരു യേശോപനിഷത്തായതുകൊണ്ട് തന്നെ അല്ലെ. ഉള്ളൂർ അത് വലിയ സാഹിത്യ ഭംഗിയൊക്കെ ഉണ്ട്, സന്മാർഗത്വം ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നല്ല രീതിയിലാണ് അതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. മറ്റു പലരും വളരെ ഇളംകുളത്തെ പോലുള്ളവർക്ക് നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം അല്ലെ. മലയാള ചമ്പു പ്രസ്ഥാനത്തിന്റെ മാർഗദർശി എന്ന് ഈ പറയുന്ന എൻ കൃഷ്ണപിള്ള പറയുന്നത് ഏത് കൃതിയെയാണ് എന്നുള്ളതാണ് ചോദ്യം. അറിയാവോ? പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. ഉണ്ണിയച്ചി ചരിതമാണ്. ഇങ്ങനെയുള്ള ചില കോട്ടിങ്ങുകളൊക്കെ അതിനകത്ത് വരാം അല്ല. ഇത് നിരന്തരം നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ പ്രയോഗിച്ച് നിങ്ങൾക്ക് പരിചയം വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഈ വെണ്ണക്കല്ല് ചിത്രപ്പണി ചെയ്ത് മോഹനമാക്കി പടുത്തുണ്ടാക്കിയ മലമൂത്രപുരയുടെ പ്രതീതി ജനിപ്പിക്കുന്നു എന്നൊക്കെ ഒരു 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 പരാമർശമൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അത് ഒരു സാഹിത്യ ചരിത്രത്തിനകത്താണ് അത് കടന്നു വരുന്നത് അല്ലെ. അതാരാണ് എന്നുള്ളതാണ് ചോദ്യം. കൃഷ്ണപിള്ളയാണ് അല്ലെ. കൃഷ്ണപിള്ളയാണ്. ഓക്കെ, ഉണ്ണിച്ചിരുദേവിയെ പറ്റിയുള്ള മണിപ്രവാള പരാമർശമുള്ള കൃതി ഏതാണ് എന്നുള്ളതാണ്. ഉണ്ണിച്ചിരുദേവി എന്ന് പറയുന്നത് അല്ലെ ഉണ്ണിച്ചിരുദേവിയെ കുറിച്ചുള്ള ഒരു മണിപ്രവാള ഗ്രന്ഥത്തെ കുറിച്ച് പരാമർശമുള്ള കൃതി ഏതാണ് എന്നുള്ളതാണ്. ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി, ഉണ്ണുനീലി അല്ലെ. ഉണ്ണുനീലി സന്ദേശം. അത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിൽ തന്നെയാണ് ഉണ്ണിച്ചിരുദേവിയെ കുറിച്ച് മണിപ്രവാളം മറ്റേ കൃതിയുണ്ട് എന്നൊക്കെ പറയുന്നു. ഉണ്ണിച്ചിരുദേവിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഭാഗത്ത് ഈ ഉണ്ണിച്ചിരുദേവിയെ കുറിച്ച് മണിപ്രവാള കവനമുണ്ട് എന്നുള്ള പരാമർശം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് സെയിം കൃതിയിൽ തന്നെയാണ് അത് വരുന്നത്. അത് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു വരിയാണ്. നിങ്ങൾക്കറിയാം. താരുണ്യമാവത് സുധീയ തരുണീ ജനാനാം ആരാസ്തമയം അഴനിരാവത് നിത്യമല്ല അല്ല അനാർജിതേന മുതൽ കൊണ്ട് കടക്ക വീണ്ടും വാർദ്ധക്യമെന്നതൊരു വൻ കടലുണ്ട് മുമ്പിൽ എന്ന് പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ള വരിയാണ് അല്ലെ. അത് ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ്. വൈശികതന്ത്രമാണ്. നിങ്ങൾക്ക് വരി കേട്ടാൽ തന്നെ അറിയാം വൈശികതന്ത്രമാണ്.
മലനാടിലെ ഏറ്റവും മനോജ്ഞം മലബാറിലൊരു കേളി നൃത്തരംഗം എന്ന് കേരളത്തെ വർണ്ണിച്ചിരിക്കുന്ന കാവ്യമേത് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ചില കോട്ടിങ്ങുകൾ വരാനുള്ള ഉണ്ണിയാടി ചരിതമാണ്. ഉണ്ണിയാടി ചരിതമാണ്. ഈ കോട്ടിങ്ങുകളാണ് കൂടുതലായിട്ട് നമ്മൾ തെറ്റിക്കുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. സ്ഥിരമായിട്ട് കുറെ കോട്ടിങ്ങുകളാണ് അതിനകത്ത് വരിക. അത് നിങ്ങൾക്ക് ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രവും അതുപോലെ തന്നെ എം ലീലാദേവിയുടെ സാഹിത്യ ചരിത്രവും അതുപോലെ തന്നെ ഇളംകുളം കുഞ്ഞമ്പിള്ള സാഹിത്യ ചരിത്ര പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ നടത്തിയില്ല. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട സാഹിത്യ ചരിത്ര ഖണ്ഡങ്ങൾക്കകത്ത് ഉദ്ധരിക്കപ്പെട്ടുള്ള കോട്ടുകളൊന്ന് നോക്കുന്ന എപ്പോഴും നന്നായിരിക്കും. അത്തരം കോട്ടുകളാണ് പലപ്പോഴും അത് ചോദ്യങ്ങളിൽ വന്ന് കാണുന്നത് അല്ലെ. ആലത്തൂർ മണിപ്രവാളത്തിന്റെ പ്രതിപാദ്യം എന്ത് എന്നുള്ള ചോദ്യം അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണത് അല്ലെ. ഏതാണത്? വൈദ്യമാണ്. ഗുരുവായൂരിന്റെ പൂർവ്വരൂപമായ കൊരവയൂർ എന്ന് പറയുന്ന പരാമർശിക്കപ്പെടുന്ന കൃതി ഏതാണ് എന്നുള്ളതാണ് അല്ലെ. ശുഗസന്ദേശം. അത് ശുഗസന്ദേശമാണ് അല്ലെ. ശുഗസന്ദേശത്തിന്റെ ഒരു പ്രത്യേകത, ശുഗസന്ദേശത്തിന് ഉള്ള ഒരു വരവർണ്ണിനി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം ധർമ്മഗുപ്തൻ എന്ന് പറയുന്ന അയാൾ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല, വരവർണ്ണിനി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഈ വരവർണ്ണിനി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനത്തിനകത്താണ് ഈ സന്ദേശ കാവ്യങ്ങളെ കുറിച്ചിട്ടുള്ള മലയാളത്തിൽ നമ്മുടെ ഇവിടെ നിന്നുണ്ടായിട്ടുള്ള കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു എന്താ പറയാ കാവ്യമീമാംസ എന്ന് നമുക്ക് പറയാം. സന്ദേശകാവ്യ സ്വരൂപത്തെ കുറിച്ച് വരവർണ്ണിനി, ഇപ്പൊ സന്ദേശകാവ്യങ്ങളുടെ ഒരു ലക്ഷണ ശാസ്ത്രം എന്നൊക്കെ പറയാവുന്ന സംഗതി ഉണ്ടാവുന്നതിന്റെ പേര് വരവർണ്ണിനി എന്നാണ്. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാറുണ്ട്. സന്ദേശകാവ്യങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, അതിന്റെ ഘടന എന്തായിരിക്കണം എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ വ്യാഖ്യാനത്തിലാണെന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഓർമ്മയുണ്ടാവണം. ഓക്കെ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമല്ല. തദുത്തമം ഭാഷാരസ പ്രാധാന്യം, ഇവിടെ പ്രാധാന്യം ഏതിനൊക്കെയാണ്? നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നിങ്ങൾക്ക് മണിപ്രവാള ലക്ഷണം ഓർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സി ആണ്, ഭാഷയ്ക്കും രസത്തിനുമാണ് എന്നുള്ളത് അല്ലെ. ഉണ്ണിനീലി സന്ദേശത്തിൽ ഇതും വളരെ പ്ലെയിൻ ആയ ഒരു ചോദ്യമാണ്. അത് ആ ടെക്സ്റ്റിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം, നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം നമുക്കത് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ പറഞ്ഞ നായകന്മാരുടെ പേരെന്താണ്, നായികയുടെ പേരെന്താണ്, അവർ തമ്മിലുള്ള വംശാവലി ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അല്ലെ. ഈ ചോദ്യത്തിനകത്ത് ഓപ്ഷൻ എല്ലാവർക്കും അറിയാം അല്ലെ. ഉള്ളൂർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ചിട്ട് അല്ലെ, ഈ പറയുന്നത് പോലെ ആദിത്യവർമ്മയാണ്. ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ 2-3 മാസികകളെ കുറിച്ച് നമ്മൾ പറയണ്ടേ, അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതിനു വേണ്ടിയാണ് ചോദ്യം ഇട്ടിരിക്കുന്നത്. കവനോദയത്തിലാണ് ചന്ദ്രോത്സവം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. പാലും തേനും മുന്തിരിച്ചാറുമാണ് കവിതയുടെ ശബ്ദകോശം. എന്നാൽ അതിനു പിന്നിൽ ഭോഗലാലസതയിലും മുഴുകിയ സമുദായത്തെയും കാണാം. വൈശികതന്ത്രത്തെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതനാണ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇളങ്കുളമാണ് എന്റെ ശരിയായ ഉത്തരം. മണിപ്രവാള രൂപം കൊണ്ട് സാധാരണക്കാരും പ്രത്യേകിച്ച് അവർക്കിടയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ബ്രാഹ്മണരുടെ ആഗ്രഹത്തിന്റെ ഫലമായാണ് എന്ന് പറയുന്ന അതൊരു മണിപ്രവാളത്തെ കുറിച്ച് പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള വളരെ രസകരമായ ഒരു സംഗതി. ഗന്ധർവൻ എന്നൊക്കെ പറയുന്നത് പോലൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഗന്ധർവന്മാരുണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ബ്രഹ്മരക്ഷസുകൾ ഉണ്ടാവുന്നതിനെ കുറിച്ച്, എന്തുകൊണ്ടാണ് യക്ഷിസങ്കല്പം ഉണ്ടാവുന്നത് തുടങ്ങിയ ചില പഠനങ്ങളൊക്കെ പിന്നീട് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഈ സാമൂഹ്യമായി വലിയ പ്രബലത ഉണ്ടാവുകയെന്ന്, സാമ്പത്തികമായിട്ട് വലിയ അടിത്തറയൊന്നും ഇല്ലാതിരുന്ന ഇവിടുത്തെ ത്രൈവർണിക സമൂഹങ്ങൾക്കിടയിൽ തന്നെയുള്ള ചില അഭിലാഷങ്ങളുടെ പൂർത്തീകരണമായിട്ടൊക്കെയാണ്. പ്രത്യേകിച്ച് നമ്മൾ കൊടുങ്ങല്ലൂർ കളറിയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഘട്ടത്തിൽ അവരൊക്കെ ഈ പറയുന്ന വലിയ സമ്പത്തിന്റെ ഉടമകൾ ഉണ്ടുറങ്ങി കിടന്നിരുന്ന മറ്റേ ആളുകളുടെ സൂക്കട് എന്നുള്ള രീതിയിൽ. അത് പിന്നീടാണ് നമ്മൾ അങ്ങനെയല്ല, മറിച്ച് അവരൊക്കെ വളരെ ദരിദ്രമായ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു, മറ്റേ സമൂഹങ്ങളായിരുന്നു എന്ന് ഉള്ള ചില സംഗതികളൊക്കെ നമ്മൾ അതിനെ കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ആ രീതിയിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് നമ്പൂതിരി നായർ സംബന്ധം എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുന്നെങ്കിൽ കൂടിയും അല്ലെ, അതുണ്ടാക്കിയിരുന്ന സാമൂഹ്യ സ്ഥിതി എന്തായിരുന്നു, അപ്പൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയും കുറിച്ചൊക്കെ അറിയാം. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് മണിപ്രവാളത്തെ കുറിച്ചിട്ട് അങ്ങനെയുള്ള വളരെ മണിപ്രവാളത്തിന്റെ കുറെയൊക്കെ നരവംശാസ്ത്രപരമായിട്ടും അല്ലെങ്കിൽ അതിനെ ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു വിശാലമായ ഒരു പരിസരത്തിനൊക്കെ കൊണ്ടുപോയി പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള കുറെ മണിപ്രവാള പഠനങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് NV കൃഷ്ണവാര്യർ. അല്ലെ, കൃഷ്ണവാര്യരാണ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അത് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ പരിപ്രേക്ഷ്യം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മണിപ്രവാളത്തുമായി ബന്ധപ്പെടുത്തിയുള്ള കുറെ ലേഖനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലെ. അതിനകത്ത് പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. നിരന്തരമായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് അല്ലെ. നമ്മുടെ ആദ്യത്തെ അച്ചിചരിതങ്ങളിലായ ഉണ്ണിയച്ചി ചരിതം അല്ലെ, അതിന്റെ കാലഗണനയെ നിശ്ചയിക്കുന്നതിന് തന്നെ സഹായിച്ചത് ഈ ഒരു
ഹൊയ്സല രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് എന്ന് പറയാൻ. അത് കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. തിരുനെല്ലിക്ക് സമീപമുള്ള തിരുമരുതൂർ ക്ഷേത്രത്തിലെ നർത്തകിയായിട്ടുള്ള ഈ ഉണ്ണിയച്ചിയാണ് അതിനകത്തുള്ള കഥാപാത്രം എന്ന് അറിയാം അല്ലെ. അത് നമ്മുടെ ആദ്യ ചമ്പുക്കളിൽ ഒന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത്തരം ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം. ഓക്കെ. പുതുമലർക്കാവിൽ വന്നെഴും ഇളം കൊടികളും കൊടികൾ പൂവിതൽ നിന്റുതിരും അപ്പൊടികളും എന്ന് പറയുന്ന വരികൾ ഏത് കൃതിയിലേതാണ് എന്നാണ് ചോദ്യം. ഉണ്ണിച്ചിരി ദൈവചരിത്രത്തിലെ വരികളാണ് അല്ലെ. അത് കോട്ടയപ്പെട്ടുള്ള വരികളാണ് വലിയ രീതിയിൽ. മധുമണ മൂലം ഗദ്യബദ്ധരനേകർ മതയതി പുനമിന്നും ഭൂരിഭൂ ചക്രവാളം എന്ന പ്രശംസ ഏത് കൃതിയിലേതാണ് എന്നുള്ളതാണ് അല്ലെ. അതും ഈ പറയുന്നത് പോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കൃതിയാണ് അല്ലെ. ചന്ദ്രോത്സവമാണ് ഉത്തരം. ചന്ദ്രോത്സവമാണ്. ഓക്കെ. അപ്പൊ അത് ഈ പറഞ്ഞ മേദിനി വെണ്ണിലാവ് എന്ന് പറയുന്ന അല്ല ഒരു ഗണികയുടെ അത് ഈ പറയുന്ന പോലെ എന്താ പറയാ ചന്ദ്രനെ പ്രീതിക്ക് വേണ്ടി നടത്തുന്ന ചന്ദ്രോത്സവം ഒക്കെ പറയുന്ന അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹാസ്യകവനം എന്നൊക്കെ കുട്ടികൃഷ്ണമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ് അല്ലെ. ഈ തത്വ സന്ദേശം പോലെയൊക്കെയുള്ള ഒരു ചരിത്ര ദൗത്യം നിർവഹിച്ച ഒരു കൃതി എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോക സന്ദേശത്തിൽ പരാമർശ വിധേയനാകുന്ന യമക കവി ആരാണ് എന്നുള്ളതാണ്. തോലൻ, പുനം, ചെറുശ്ശേരി, അതുപോലെ തന്നെ എഴുത്തച്ഛൻ. ആദ്യകാലത്തെ ഒരു കൃതിയാണ് എന്നറിയാം അല്ലെ. സ്വാഭാവികമായിട്ടും അവിടെ തോലനായിരിക്കും ഉത്തരം. കോക സന്ദേശത്തിലെ മാർഗവർണ്ണന എവിടെ നിന്നാണ് ഈ പറയുന്നത് പോലെ എവിടെയാണ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. ഇടപ്പള്ളി, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, തിരുവനന്തപുരം. 2-3 ചോദ്യങ്ങൾ കൊടുക്കാം അല്ലെ. അറിയാവോ ആർക്കെങ്കിലും? ഇതും പരീക്ഷയ്ക്ക് ഇടപ്പള്ളിയാണ് അല്ലെ. വളരെ ചെറിയൊരു ദൂരമാണ് നമ്മുടെ എനിക്ക് തോന്നി തിരുനാവായിൽ നിന്ന് ഇടപ്പള്ളി വരെ ഒരു സീസൺ ടിക്കറ്റിന് പോകാവുന്ന ദൂരത്തിലാണ് ഈ പറയുന്ന സന്ദേശകാവ്യമൊക്കെ ആൾക്കാർ എഴുതിയിട്ടാക്കിയത് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു വള്ളുവനാടിന്റെ പ്രദേശത്തു നിന്നാണ് ഈ പ്രദേശങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായ വർണ്ണനകളൊക്കെ ഈ കോക സന്ദേശത്തിൽ കാണാം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ സ്ഥലം നോക്കിയാൽ അറിയാം ഇടപ്പള്ളിയിലാണ് അത് അവസാനിക്കുന്നത്. സന്ദേശം അതൊന്നേയുള്ളൂ എന്ന് മയൂര സന്ദേശത്തെ വിമർശിച്ച നിരൂപകനാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലെ. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലെ. സന്ദേശകാവ്യങ്ങളുടെ ഒരു അവസാന ഘട്ടം എന്നുള്ള ആ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. അടുത്ത ഘട്ടത്തിലാണ് അത് വരുന്നത് അല്ലെ. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമായി അറിയപ്പെടുന്നത് ഏത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഏതാണത്? ഇടയ്ക്ക് ആ ചോദ്യം വീണ്ടും വരുന്നത് നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയാണ് അല്ലെ. ഏതാണ്? ലക്ഷ്മിദാസന്റെ ശുഖസന്ദേശമാണ് അല്ലെ. ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള വർണ്ണനയൊക്കെ വരുന്ന അങ്ങനെയും ചോദ്യം വരാം അല്ലെ. സന്ദേശകാവ്യമാണത്. ശുഖസന്ദേശം എന്ന് പറയുന്നത് അതൊരു മാതൃകയായിട്ടാണ് ഈ പറയുന്ന മലയാളത്തിലെ സന്ദേശകാവ്യങ്ങൾ ഉണ്ടാവുന്നത്. എങ്കേലനാഥോദയത്തിൽ ഇതിവൃത്തം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. നീലകണ്ഠ കവി ഈ പറയുന്ന എന്താ പറയാ മഴമംഗലത്തോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു കവിയാണ്. ഈ മധ്യകാല മണിപ്രവാളത്തിലെ ഒരു പ്രധാനപ്പെട്ട കവിയായിട്ടാണ് അദ്ദേഹത്തെ അറിയുന്നത്. ഒരുതരം സ്തോത്ര കൃതികളുടെ സ്വഭാവത്തിലുള്ള കൃതികളാണ് വരുന്നത് എന്നറിയാം അല്ലെ. ഈ പറയുന്ന ചെല്ലൂർ നാഥോദയം അല്ലെ, നാരായണീയം അല്ലെ, തെങ്കല നാഥോദയം അങ്ങനെയുള്ള 3 കൃതികളാണ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ ഇതിവൃത്തം എന്താണെന്നുള്ളതാണ് ചോദ്യം. വടക്കുനാഥ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠയാണ് അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കവിയെ നമുക്ക് ഓർമ്മ ഉണ്ടാവണം. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കവിയാണ് നീലകണ്ഠ കവി എന്ന് പറയുന്നത് അല്ലെ. പെരുഞ്ചെല്ലൂരിൽ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചമ്പു ഏതാണ് എന്നുള്ളതാണ്. ചെല്ലൂർ നാഥോദയാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ഉൾപ്പെടുത്തിയത് മാത്രം അല്ലെ. ഓക്കെ. മരതക പർവ്വതത്തിന്റെ ശൃംഗത്തിൽ നിന്നൊരു കിന്നര സുന്ദരി തന്റെ പ്രിയതമനായ ഒരു ഗന്ധർവനോടുകൂടി മലയവായുവിനാൽ സംഭാവിതയായി സുഖിക്കുന്ന കാലത്ത് ഒരു പരിമളം അവിടെ പരക്കവേ ആ ഗന്ധം ഏതോ ഒരു പുഷ്പത്തിൽ നിന്നായിരിക്കണമെന്ന് സങ്കല്പിച്ച് ആ പുഷ്പം കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു അങ്ങനെ കൃതി തുടങ്ങുന്ന ഒരു കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ. വലിയ ഒരു ഉത്സവത്തിന്റെ അല്ലെ ഒരു അന്തരീക്ഷത്തിലേക്ക് അതെന്താണെന്ന് അന്വേഷിച്ചു പോകുന്ന കൃതിയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ചന്ദ്രോത്സവം എന്ന് പറയുന്ന കൃതിയാണ്. ഓക്കെ. കാലം മാറി പിറന്ന ഉണ്ണിയാടി ചരിതം എന്ന് കൃഷ്ണപിള്ള വിളിക്കുന്നത് ഏത് കൃതിയെയാണ് എന്നുള്ളതാണ്.
രാജരത്നാവലിയം. രാജരത്നാവലിയം എന്ന് പറയുന്ന കൃതിയാണല്ലേ. മഴമംഗലം നാരായണൻ നമ്പൂതിരി എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ നൈഷധം, കൊടിയ വിരഹം, രാജരത്നാവലിയും, ബാണയുദ്ധം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മധ്യകാല മണിപ്രവാള കൃതികൾ എന്നുള്ളത് ഓർമ്മയുണ്ടാവും. ഓക്കെ. കാലം മാറി പിറന്ന ഉണ്ണിയാട് ചരിതം. ഇത് പരീക്ഷയ്ക്ക് നിരന്തരമായി UGC അടക്കമുള്ള എല്ലാ പരീക്ഷയ്ക്കും നിരന്തരമായി ചോദിച്ച് നിങ്ങൾക്ക് പരിചയപ്പെട്ട ചോദ്യമാണ്. ആനയച്ച് എന്ന ചോള നാണയം പരാമർശിക്കുന്ന മണിപ്രവാള കാവ്യം ഏത് എന്നുള്ളത് അല്ലെ. ഉണ്ണിയച്ചി. അതെ, ഉണ്ണിയച്ച് ചരിതമാണ്. ആ ആനയച്ചിന്റെ പരാമർശം കൂടെ ചേർത്തിട്ടാണ് ഇതിനെ ഈ പറയുന്ന 13-ാം ശതകത്തിലാണ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ചില തുറമുഖങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഹൊയ്സല രാജ്യത്തെ കുറിച്ച് പരാമർശിക്കുന്നു, പിന്നെ ആനയച്ചിനെ കുറിച്ച് പരാമർശിക്കുന്നു. ഈ 3 ഘടകങ്ങൾ എടുത്തുകൊണ്ടാണ് അതിന്റെ ഒരു കാലം നിർണ്ണയം വെച്ചിട്ടുള്ളത്, നിങ്ങൾക്കറിയാം. ഓക്കെ, അതുകൊണ്ടുകൂടിയാണ് ആ ചോദ്യം വരുന്നത് അല്ലെ. ചമ്പു സാഹിത്യത്തിന്റെ യുവരാജ പദത്തിൽ അഭിഷിക്തമായ കൃതി എന്ന് വടക്കൻകൂർ വിശേഷിപ്പിച്ചത് ഏത് കൃതിയെയാണ് എന്നുള്ളതാണ്. അറിയാവോ? പുരം നമ്പൂതിരിയുടേതെന്ന് കരുതുന്ന അല്ലെ ഭാരതം ചമ്പുവാണ് അല്ലെ. എഴുത്തച്ഛന് കൂടി മാർഗദർശിയായിരുന്നു എന്നും അതിന്റെ ഡിസൈനും അലസംഗതിയൊക്കെ തയ്യാറാക്കപ്പെടുന്നതിനകത്താണെന്നൊക്കെ അല്ലെ മറ്റ് സാഹിത്യരത്നമാരൊക്കെ പറഞ്ഞിട്ടുള്ള കൃതിയാണ് ഭാരതം ചമ്പു എന്ന് പറയുന്നത്. ഭാരതം ചമ്പുവിനെ പരിചയപ്പെടുത്തിയിരുന്നില്ല, അതുകൊണ്ടാണ് ആ ചോദ്യം അതിനകത്ത് ഇട്ടത്. ഇത് വ്യാഖ്യാനങ്ങളെ കുറിച്ച് നൈഷധം ചമ്പുവിന് പ്രാഞ്ജലി എന്ന വ്യാഖ്യാനം രചിച്ചത് ആരാണ് എന്നുള്ളത് ആണ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പാട്ടത്തിൽ പത്മനാഭൻ അല്ലെ. അദ്ദേഹത്തിന്റെ പേര് സാഹിത്യത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു വ്യാഖ്യാനത്തോടു കൂടിയാണ് നിങ്ങൾക്കറിയാം അല്ലെ. ഓക്കെ. ഉണ്ണിയച്ചി ചരിതത്തിൽ വർണ്ണിക്കുന്ന പ്രധാന ശിവക്ഷേത്രം ഏതാണ് എന്നുള്ളത് അല്ലെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു പലതവണ അല്ലെ. ഏതാണത്? തിരുമരുതൂർ. തിരുമരുതൂർ ക്ഷേത്രമാണ് അല്ലെ. ഗദ്യം ഗദ്യോതകൽപ്പം എന്ന കാവ്യാരംഭത്തിൽ പറയുന്ന അച്ചി ചരിതം ഏത് എന്നുള്ളതാണ് അല്ലെ. ഉണ്ണിച്ചിരുദേവി. ഉണ്ണിച്ചിരുദേവി ചരിതമാണ് അല്ലെ. ഉണ്ണിച്ചിരുദേവി ചരിതമാണ്. ഓക്കെ. എന്തായാലും ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ 10-60 ചോദ്യങ്ങൾ ഇതുപോലെ നമ്മുടെ സൈറ്റിനകത്ത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വിശദമായ എല്ലാ പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികളുടെ വിശദമായ നോട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. അതിന്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും കീ പോയിന്റ്സും ചേർന്നിട്ടുള്ള 2 നോട്ടുകൾ വേറെ ഉണ്ടായിരിക്കും. അത് ഒന്ന് നോക്കിയാൽ നമുക്ക് മണിപ്രവാള സാഹിത്യം എന്നതിനെ കുറിച്ച് സാമാന്യമായി നമുക്ക് HSC ലെവലിൽ നമ്മൾ പഠിക്കേണ്ട ഏതാണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. പാട്ടിന്റെ ഒരു 2ാം ഘട്ടം എന്ന രീതിയിലേക്ക് നമുക്ക് എഴുത്തച്ഛനും അതുപോലെ തന്നെ പൂന്താനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.